വേറെ ആരെങ്കിലും നമ്മളായിട്ട് ഒന്ന് ട്രാൻസ്ലേഷൻസ് വാങ്ങിക്കാൻ ഹെൽപ്പ് ചെയ്യാൻ. जय जय श्री चैतन्य जय नित्यानंद जय द्वैत चंद्र जय गौर भक्त वृंद जय जय श्री चैतन्य जय नित्यानंद जय द्वैत चंद्र जय गौर भक्त वृंद जय जय श्री चैतन्य जय नित्यानंद जय द्वैत चंद्र जय गौर भक्त वृंद जय जय श्री चैतन्य जय नित्यानंद जय द्वैत चंद्र जय गौर भक्त वृंद. नमो विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्ति वेदांत स्वामिनिति नामिने नमस्ते सरस्वती देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशतारिणे नमो विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्ति वेदांत स्वामिनिति नामिने नमस्ते सरस्वती देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशतारिणे जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौरभक्त वृंदा. हरे कृष्णा कृष्ण कृष्णा हरे 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 राम 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 हरे हरे. पंचतत्वात्मकं कृष्णं भक्तरूपस्वरूपकं भक्तावतारं भक्ताख्यं नमामि भक्तशक्तिकम्. कथाञ्जनस्मृतेरस्मिन् दुष्करं सुकरं भवेत् विस्मृते विपरीतं स्यात् श्रीचैतन्यं नमामि तम्. एकं करोति वाचालं पङ्गुं लङ्घयते गिरिमत्कृपातमहं वन्दे श्रीगुरुं दीनतारिणं परमानन्दमाधवं श्रीचैतन्यम् ईश्वरं. हरि ओम् तत्सत्. Hare Krishna. Welcome all devotees for today's Chaitanya Charitamrita session. So, ഇന്ന് നമ്മള് ചൈതന്യ ചരിതാമൃതയില് ആദിലീല ചാപ്റ്റർ 2 ടെക്സ്റ്റ് നമ്പർ 18 മുതൽ വായിക്കാൻ പോവാണ്. ടെക്സ്റ്റ് നമ്പർ ആത്മാന്തര്യാമി യാന്ത്രേ യോഗശാസ്ത്രേ കയാ सेह गोविंदेर अंश विभूति ये हया. Translation. He who is described in the Yoga Shastras as indwelling super soul, Atma Antaryami, is also a plenary portion of Govinda's personal expansion. Hare Krishna. ആരെങ്കിലും ഒരു മാതാജി purport ഒന്ന് വായിക്കാൻ പറ്റുമോ? Jayanta Mataji, can you please read? Mataji, I have only English. 17ാമത്തെ ശ്ലോകമാണെന്ന് പഠിപ്പിക്കേണ്ടത്. ഇല്ല മാതാജി, 17ാമത്തെ വരെ ബ്രഹ്മന്റെ ആയിരുന്നു. ഇന്ന് പരമാത്മാവിനെ കുറിച്ചാ. 17 കഴിഞ്ഞു ഇന്നലെ. 17 ഇന്നലെ കഴിഞ്ഞു മാതാജി. 18 മുതൽ ഇന്ന് ആയിക്കട്ടെ മാതാജി. ഭാവാർത്ഥം വിവർത്തനം തൊട്ട് വിവർത്തനം. യോഗശാസ്ത്രങ്ങളിൽ അന്തര്യാമിയായ പരമാത്മാവ് അഥവാ ആത്മ അന്തര്യാമി എന്ന് വിവരിക്കപ്പെടുന്നത് പരമപുരുഷനായ ഗോവിന്ദന്റെ വ്യക്തി വിസ്തരണത്തിന്റെ ഒരു പൂർണ്ണ അംശമാകുന്നു. ഭാവാർത്ഥം. പരമ ദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ പ്രകൃത്യ ആനന്ദമയനാണ്. അവിടുത്തെ ആസ്വാദനങ്ങൾ അഥവാ ലീലകൾ തികച്ചും ദിവ്യങ്ങളാണ്. അവിടുന്ന് അസ്തിത്വത്തിന്റെ 4ാമത്തെ മാനത്തിലാണ്. എന്തെന്നാൽ ഭൗതിക ലോകം നീളം, വീതി, ഉയരം എന്നിവയുടെ പരിമിതികളാൽ അളക്കപ്പെടുമ്പോൾ അവിടുന്ന് രൂപത്തിലും അസ്തിത്വത്തിലും അനന്തനാണ്. ഭൗതിക വ്യവഹാരങ്ങളിൽ അവിടുന്ന് നേരിട്ട് ആസക്തനല്ല. സമഗ്ര ഭൗതിക ശക്തിയെയും ബദ്ധാത്മാക്കളെയും നിയന്ത്രിക്കുന്ന അവിടുത്തെ പുരുഷ അവതാരങ്ങളാലാണ് ഭൗതിക ലോകം സൃഷ്ടിക്കപ്പെടുന്നത്. 3 പുരുഷ വിസ്തരണങ്ങളെയും അറിയുന്നതിലൂടെ ഒരു ജീവസത്തയ്ക്ക് ഭൗതിക ലോകത്തിലെ 24 മൂലകങ്ങളെ മാത്രം അറിയുന്ന അവസ്ഥയെ അതിജീവിക്കാൻ കഴിയുന്നു. മഹാവിഷ്ണുവിന്റെ വിസ്തരണങ്ങളിൽ ഒന്ന് ജീവരാശികളിൽ പരമാത്മാവായി കുടികൊള്ളുന്ന ക്ഷീരോദകശായി വിഷ്ണുവാണ്.
പ്രപഞ്ചത്തിന്റെ ജീവജാല സർവസ്വത്തിന്റെ പരമാത്മാവെന്ന രൂപത്തിൽ ദ്വിതീയ പുരുഷനായി ഗർഭോദകശായി വിഷ്ണു നിലകൊള്ളുന്നു. അസംഖ്യം ബ്രഹ്മാണ്ടങ്ങളുടെയും ആദികാരണമായ കാരണസമുദ്രത്തിൽ ശയിക്കുന്ന പ്രഥമ പുരുഷനെ മഹാവിഷ്ണു എന്ന് വിളിക്കുന്നു. വിഷ്ണുവിന്റെ ഈ 3 പുരുഷ അവതാരങ്ങളാണ് ഭൗതിക വ്യവഹാരങ്ങൾ നിർവഹിക്കുന്നത്. ആധികാരിക ശാസ്ത്ര ഗ്രന്ഥങ്ങൾ ജീവസത്തകളെ പരമാത്മാവുമായുള്ള അവരുടെ ബന്ധം പുനരുജ്ജീവിപ്പിക്കുവാൻ നിർദ്ദേശിക്കുന്നു. തീർച്ചയായും പരമാത്മാവുമായി ബന്ധം സ്ഥാപിക്കുന്നതിലൂടെ ഭൗതിക ദ്രവ്യങ്ങളുടെ സ്വാധീനത്തെ അതിജീവിക്കാനുള്ള പ്രക്രിയയാണ് യോഗ സമ്പ്രദായം. സൃഷ്ടിയുടെ സങ്കീർണതകൾ വ്യക്തമായി പഠിക്കുന്ന ഒരുവന് ഈ പരമാത്മാവ് പരമോന്നത സത്തയായ ശ്രീകൃഷ്ണന്റെ സമഗ്ര ഭാഗമാണെന്ന് നിഷ്പ്രയാസം മനസ്സിലാക്കാൻ കഴിയും. ഹരികൃഷ്ണ മാതാജി. താങ്ക് യു മാതാജി. സോ ലാസ്റ്റ് സെക്ഷനില് പ്രഭുജി വന്നിട്ട് ബ്രഹ്മനെ കുറിച്ച് സംസാരിച്ചു. 12ാമത്തെ ശ്ലോകം മുതൽ 17ാമത്തെ ശ്ലോകം വരെ ഇംപേഴ്സണൽ ബ്രഹ്മനെ കുറിച്ചാണ് പറയുന്നത്. 17ാவது ശ്ലോകം വരെ ബ്രഹ്മൻ. അപ്പൊ ഇനി പരമാത്മാവിനെ കുറിച്ചാണ് 18 മുതൽ 21 ശ്ലോകം വരെ പരമാത്മാവിനെ കുറിച്ചാണ് ഇവിടെ കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി മഹാരാജ്. അപ്പൊ സെയിം സെക്ഷൻ ആണ്. 18, 19, 20, 21 വരെ പരമാത്മാവിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇതെല്ലാം റിലേറ്റഡ് ആണ്. നമ്മൾ ഈ ശ്ലോകാസ് എല്ലാം ഒന്നിച്ച് വായിച്ചിട്ട് പിന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇപ്പം നമുക്ക് 19th ശ്ലോക വായിക്കാം. അനന്തസ്ഫടികേ ഐചേ ഏകസൂര്യഭാസേ തൈചേ ജീവ ഗോവിന്ദേര അംസ പ്രകാശേ. As the one sun appears reflected in countless jewels, so Govinda himself manifests himself as Paramatma in the hearts of all living beings. Mataji, in the translation and purport on the Viking. Mataji. ഹരേ കൃഷ്ണ. വായിക്കാം. വിവർത്തനം. ഒരേ സൂര്യൻ എണ്ണമറ്റ രത്നങ്ങളിൽ ബഹുധ പ്രതിഫലിക്കുന്നതായി കാണപ്പെടുന്നത് പോലെ ഗോവിന്ദൻ സ്വയം അല്ലെങ്കിൽ പരമാത്മാവെന്ന നിലയിൽ എല്ലാ ജീവസത്തകളുടെയും ഉള്ളിൽ ആവിഷ്കൃതനാകുന്നു. ഭാവാർത്ഥം. സൂര്യൻ ഒരു നിശ്ചിത സ്ഥാനത്താണ് നിൽക്കുന്നതെങ്കിലും എണ്ണമറ്റ രത്നങ്ങളിൽ പ്രതിഫലിക്കുകയും അസംഖ്യം സ്ഥാനീയ രൂപങ്ങളിൽ പ്രകാശിക്കുകയും ചെയ്യുന്നു. അതുപോലെ പരമപുരുഷൻ സ്വധാമമായ ഗോലോക വൃന്ദാവനത്തിൽ ശാശ്വതമായി സന്നിഹിതനാണെങ്കിലും പരമാത്മാവായി എല്ലാവരുടെ ഹൃദയത്തിലും പ്രതിഫലിക്കുന്നു. ജീവാത്മാവും പരമാത്മാവും ഒരേ വൃക്ഷത്തിലിരിക്കുന്ന 2 പക്ഷികളെ പോലെയാണെന്ന് ഉപനിഷത്തുകളിൽ പറയുന്നു. പരമാത്മാവ് ജീവനെ അവന്റെ പൂർവ്വ കർമ്മഫലമായുള്ള കാമ്യകർമ്മങ്ങളിൽ വ്യാപൃതനാക്കുന്നു. എന്നാൽ പരമാത്മാവിന് അത്തരം ഇടപാടുകളുമായി യാതൊരു ബന്ധവുമില്ല. ജീവാത്മാവ് തന്റെ ഫലോദ്ദിഷ്ട കർമ്മങ്ങൾ അവസാനിപ്പിക്കുകയും പരമാത്മാവിന്റെ സേവനം സ്വീകരിക്കുകയും അവിടുത്തെ പരമോന്നതത്വം അറിയുകയും ചെയ്യുമ്പോൾ തൽക്ഷണം സർവോപാധി മുക്തനാവുകയും ആ വിശുദ്ധ അവസ്ഥയിൽ വൈകുണ്ഠം എന്നറിയപ്പെടുന്ന ഭഗവത് സാമ്രാജ്യത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുന്നു. വ്യക്തിഗത ആത്മാവിന്റെ മാർഗദർശിയായ പരമാത്മാവ് അവരുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുന്നതിൽ പങ്കാളിയാകുന്നില്ല. എങ്കിലും ഭൗതിക പ്രകൃതിയാൽ അവരുടെ അഭിലാഷങ്ങൾ സഫലമാക്കുന്നതിനുള്ള ക്രമീകരണങ്ങൾ അവിടുന്ന് ചെയ്യുന്നു. വ്യക്തിഗത ആത്മാവ് പരമാത്മാവുമായുള്ള അവന്റെ ശാശ്വതമായ ബന്ധത്തെക്കുറിച്ച് ബോധവാനാകുകയും അവിടുന്നിലേക്ക് മാത്രം ഉറ്റുനോക്കാൻ തുടങ്ങുകയും ചെയ്താൽ തൽക്ഷണം ഭൗതിക ആസ്വാദനത്തിന്റെ കുരുക്കുകളിൽ നിന്ന് മുക്തനാകുന്നു. ഒരുവൻ തന്റെ ഇപ്പോഴത്തെ അവബോധത്തിൽ അല്ലാതെ ചെയ്തു കൂട്ടിയ പൂർവ്വ കർമ്മങ്ങളുടെ ഫലം ഇപ്പോൾ സ്വീകരിക്കണമെന്ന് പറയുന്നത് അസംബന്ധമാണെന്ന് കർമ്മ നിയമങ്ങളിൽ വിശ്വസിക്കാത്ത ക്രിസ്ത്യൻ തത്വജ്ഞാനികൾ വാദിക്കുന്നു. ഒരു കുറ്റവാളി ആദ്യം കോടതിയിൽ വെച്ച് അവന്റെ കുറ്റകൃത്യങ്ങളെ കുറിച്ച് സാക്ഷികളാൽ ഓർമ്മിപ്പിക്കപ്പെടുകയും പിന്നീട് ശിക്ഷിക്കപ്പെടുകയും ചെയ്യുന്നു. മരണം സമ്പൂർണ്ണ വിസ്മൃതിയാണെങ്കിൽ ഒരു വ്യക്തി എന്തിന് അവന്റെ പൂർവ്വ അപരാധങ്ങളുടെ പേരിൽ ശിക്ഷിക്കപ്പെടണം? ഇത്തരം അബദ്ധധാരണകൾക്കുള്ള അജയ്യമായ ഉത്തരമാണ് പരമാത്മാവ്. ജീവാത്മാവിന്റെ പൂർവ്വ പ്രവൃത്തികളുടെ സാക്ഷിയാണ് പരമാത്മാവ്. ഒരു മനുഷ്യന് അവന്റെ കുട്ടിക്കാലത്തെ ചെയ്തികളെ കുറിച്ച് ഓർമ്മയുണ്ടായെന്ന് വരില്ല. പക്ഷേ അവന്റെ വളർച്ചയുടെ വിവിധ ഘട്ടങ്ങൾ കണ്ടുകൊണ്ടിരുന്ന പിതാവ് അവന്റെ എല്ലാ ചെയ്തികളും തീർച്ചയായും ഓർമ്മിക്കും. അതുപോലെ ജീവാത്മാവ് വിവിധ ജന്മങ്ങളിൽ വിവിധ ശരീരങ്ങളിലൂടെ സഞ്ചരിക്കുന്നുണ്ടെങ്കിലും പരമാത്മാവ് എല്ലായ്പ്പോഴും അവന്റെ കൂടെ ഉള്ളതിനാൽ വ്യത്യസ്ത ശരീരങ്ങളിലൂടെയുള്ള അവന്റെ പരിണാമങ്ങൾ
കൂട്ടാക്കാതെ അവന്റെ എല്ലാ പ്രവൃത്തികളും ഓർമ്മിക്കും. ഹരേകൃഷ്ണ മാതാജി. താങ്ക് യു മാതാജി. അപ്പം നമ്മള് ടെക്സ്റ്റ് നമ്പർ 20 വായിക്കാം. അഥവാ ബഹുനൈതേന കിം ജ്ഞാതേന തവാർജുന വിഷ്ടവ്യാഹം ഇദം കൃഷ്ണം ഏകാംശേന സ്ഥിതോ ജഗത്. മാതാജിയുടെ ട്രാൻസ്ലേഷൻ ഒന്ന് വായിക്കുമോ? വിവർത്തനം. ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞു, അല്ലെങ്കിൽ അർജുന, ഇനിയും വിശദമായി ഇതെല്ലാം അറിഞ്ഞിട്ടെന്തു വേണം? എന്റെ ഒരു ചെറിയ അംശം മാത്രമാണ് ഈ മഹാപ്രപഞ്ചത്തിൽ വ്യാപിച്ച് അതിനെ നിലനിർത്തുന്നത്. ഭാവാർത്ഥം. സ്വശക്തികളെ കുറിച്ച് അർജുനനോട് വിവരിച്ചുകൊണ്ട് ഭഗവാൻ അരുളി ചെയ്തതാണ് ഭഗവത്ഗീത 10:42 ഈ ശ്ലോകം. ഹരകൃഷ്ണ മാതാജി. താങ്ക് യു മാതാജി. Okay, now we go to text 21. 21. തമ്മിമം മഹമ്മജം ശരീരഭാജാം ഹൃദി ഹൃദി ദിഷ്ടിതം ആത്മകൽപിതാനാം പ്രതീദൃശമേവ നൈക ധാരകമേകം സമഗ്ദിഗതോസ്മി വിദൂതഭേദമോഹ. ട്രാൻസ്ലേഷൻ. വിവർത്തനം. ഭാരത ശ്രീല പ്രഭുവാദിക്ക് ജയ. വിവർത്തനം. ഭീഷ്മ പിതാമഹൻ പറഞ്ഞു, ഏകനായ സൂര്യനെ വ്യത്യസ്തരായ ദൃഷ്ടാക്കൾ വ്യത്യസ്തമായി ദർശിക്കുന്നത് പോലെ അജനായ അങ്ങും ദേഹികളിൽ പരമാത്മാവിന്റെ വ്യത്യസ്ത പ്രാതിനിധ്യമായി കാണപ്പെടുന്നു. എന്നാൽ ഒരു ദ്രഷ്ടാവ് അങ്ങയുടെ ദാസനാണ് അവനെന്ന് സ്വയം അറിയുമ്പോൾ പിന്നീട് ഒരിക്കലും അത്തരം ദ്വൈതഭാവം പുലർത്തുകയില്ല. അപ്രകാരം പരമാത്മാവ് അങ്ങയുടെ ഒരു സമഗ്ര ഭാഗം മാത്രമാണെന്ന് നന്നായി അറിഞ്ഞ് എനിക്കിപ്പോൾ അങ്ങയുടെ ശാശ്വത രൂപങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയുന്നു. ഭാവാർത്ഥം. ശ്രീമദ് ഭാഗവതം 1:9-42 ഈ ശ്ലോകം കുരു പിതാമഹനായ ഭീഷ്മദേവൻ അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ അന്ത്യഘട്ടത്തിൽ ശരശയ്യയിൽ ശയിക്കുമ്പോൾ പറയുന്നതാണ്. മരിച്ചു കൊണ്ടിരുന്ന അദ്ദേഹത്തിൽ നിന്ന് യുധിഷ്ഠിര മഹാരാജാവ് ധാർമ്മിക ഉപദേശങ്ങൾ സ്വീകരിച്ചു കൊണ്ടിരുന്ന ആ രംഗത്ത് അർജുനനും കൃഷ്ണനും എണ്ണമറ്റ സുഹൃത്തുക്കളും ആരാധകരും ബന്ധുക്കളും ഋഷികളും ഒന്നിച്ചു കൂടിയിരുന്നു. ഭീഷ്മർ തന്റെ അന്ത്യനിമിഷം ആഗതമായപ്പോൾ കൃഷ്ണനെ വീക്ഷിച്ചുകൊണ്ട് ഈ ശ്ലോകം പറഞ്ഞു. ഒരേ സൂര്യൻ വ്യത്യസ്തരായ ധാരാളം വ്യക്തികളുടെ ദർശന വസ്തു ആയിരിക്കുന്നത് പോലെ ദേഹികളുടെ ഹൃദയത്തിൽ പരമാത്മാവായി കുടികൊള്ളുന്ന കൃഷ്ണന്റെ ഭാഗിക ആവിഷ്കാരം നാനാപ്രകാരങ്ങളിൽ അറിയപ്പെടുന്ന വസ്തുവാകുന്നു. കൃഷ്ണ ഭഗവാന്റെ ശാശ്വതമായ സേവനത്തിൽ മുഴുകുന്നതിലൂടെ അവിടുന്നുമായി ഉറ്റ സമ്പർക്കത്തിലാകുന്ന ഒരു വ്യക്തി പരമാത്മാവിനെ ഭഗവാന്റെ ഒരു സ്ഥാനീയ ഭാഗിക ആവിഷ്കാരമായി കാണുന്നു. കൃഷ്ണ ഭഗവാനെ പരമോന്നതനും അജനുമായ അഭൗതിക രൂപത്തിൽ മനസ്സിലാക്കിയിരുന്ന ഭീഷ്മർ പരമാത്മാവ് അവിടുത്തെ ഭാഗിക വിസ്തരണമാണെന്ന് അറിയുകയും ചെയ്തിരുന്നു. ഹരകൃഷ്ണ മാതാജി. താങ്ക് യു സോ മച്ച് മാതാജി. ഇപ്പം ഇന്ന് ഇതുവരെ 18th ശ്ലോകം മുതൽ 21 വരെ നമ്മളിപ്പം വായിച്ചു. അപ്പൊ ഇതിന്റെ മുമ്പ് ബ്രഹ്മനെ കുറിച്ചായിരുന്നു ഡിസ്കസ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ പരമാത്മ. സോ പരമാത്മ 12 മുതൽ 17ാമത്തെ ശ്ലോകം വരെ ബ്രഹ്മനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ ഈ ബ്രഹ്മൻ റിയലൈസേഷൻ വന്നിട്ട് ജ്ഞാനയോഗ ത്രൂവേ നമുക്ക് വന്നിട്ട് ബ്രഹ്മനെ വന്ന് റിയലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ പരമാത്മായ റിയലൈസേഷനെ കുറിച്ചാണ് ഇപ്പൊ ഇവിടെ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത പോർഷൻ, മെയിൻലി അബൌട്ട് പരമാത്മ. ഇത് കഴിഞ്ഞിട്ട് ഇനി ഭഗവാൻ റിയലൈസേഷനെ കുറിച്ച് കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി മഹാരാജ് വന്നിട്ട് പറയും. അപ്പോ പരമാത്മാവിനെ വന്നിട്ട് ധ്യാനിക്കും മനസ്സിലെ യോഗികളെല്ലാം വന്നിട്ട് ആയിരം എത്രയോ കൽപ്പകാല വർഷങ്ങൾ വന്നിട്ട് തപസ് ചെയ്ത് അവസാനം അവര് ഹൃദയത്തിലുള്ള പരമാത്മാവെ ധ്യാനിക്കാൻ അവർ കുറെ ശ്രമിക്കുന്നുണ്ട് പിടിക്കാന്. ബട്ട് അവർക്ക് അതും പറ്റത്തില്ല. പരമാത്മാവിന്റെ സ്ഥലം ഏതാണ്?
പരമാത്മ എവിടെയാണ് വസിക്കുന്നത്? So where is Lord staying as Paramatma? എല്ലാവരുടെയും ഹൃദയത്തിന്റെ ഉള്ളില്. ഹൃദയത്തിൽ പരമാത്മ. യെസ്, പരമാത്മ ഹൃദയത്തിൽ ഭഗവാൻ പരമാത്മാവായിട്ട് വസിക്കുന്നുണ്ട്. പരമാത്മ ഹൃദയത്തിൽ. അപ്പൊ അങ്ങനെ ഹൃദയത്തിൽ വസിക്കുന്ന പരമാത്മ അന്തര്യാമി. എല്ലാവരുടെ ഹൃദയത്തിലും ഭഗവാൻ വന്നിട്ട് പരമാത്മാവായിട്ട് വസിക്കുന്നുണ്ട്. അപ്പൊ ഈ 3 റിയലൈസേഷനെ കുറിച്ച് പറഞ്ഞപ്പോ ആദ്യത്തെ റിയലൈസേഷൻ വന്നിട്ട് ബ്രഹ്മൻ റിയലൈസേഷൻ, അത് കഴിഞ്ഞിട്ട് പരമാത്മാ റിയലൈസേഷൻ, അത് കഴിഞ്ഞിട്ടാണ് ഭഗവാൻ റിയലൈസേഷൻ. അപ്പൊ ശ്രീല പ്രഭുപാദ് എപ്പോഴും എക്സാമ്പിൾ പറയും സൺഷൈൻ, സൺ ഗ്ലോബ് ആൻഡ് ദെൻ സൺ ഗോഡ്. ആദ്യം ഈ 3 ഒരേ സ്ഥലത്ത് നിന്നാണ് ഒറിജിനേറ്റ് ചെയ്യുന്നത്, ബട്ട് 3 വേറെ വേറെ ലെവലുള്ള അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. സൺഷൈൻ, സൂര്യപ്രകാശം നമ്മുടെ വീട്ടിന്റെ അകത്ത് വരുന്നുണ്ട്, അതും സൂര്യന്റെ അകത്ത് നിന്നാണ് വരുന്നത്. പിന്നെ സൂര്യഗ്രഹം എന്നൊന്നുണ്ട്. സൂര്യഗ്രഹം ഇറ്റ്സ് എ ഡിഫറെന്റ് പ്ലേസ് ഓൾ ടുഗെദർ, സൂര്യഗ്രഹം. പിന്നെ അതിന് ഒരു പ്രിഡോമിനേറ്റിംഗ് ഡേറ്റി ഉണ്ട്. സൂര്യഗ്രഹത്തില് സൂര്യദേവനുണ്ട്. ആ സൂര്യദേവന്റെ പേര് വിവസ്വാൻ. വിവസ്വാന്റെ പുത്രൻ വൈവസ്വത മനു. അങ്ങനെ അത് ഒന്ന് ഡീറ്റെയിൽ അണ്ടർസ്റ്റാൻഡിങ്. അപ്പൊ ആ പേഴ്സണാലിറ്റിയെ കുറിച്ച് മനസ്സിലാക്കുന്നത് വന്നിട്ട് ഭഗവാൻ റിയലൈസേഷനില്. ഇപ്പം പരമാത്മ റിയലൈസേഷൻ വന്നിട്ട് ഭഗവാൻ വന്നിട്ട് എല്ലാവരുടെ ഹൃദയത്തിലും പരമാത്മാവായിട്ട് വസിക്കുന്നുണ്ട്. സോ എക്സ്റ്റേണലി ഭഗവാൻ വന്ന് ഒരു ആത്മാവിനെ വന്നിട്ട് മേഴ്സി തരുന്നത് എങ്ങനെ, മേഴ്സി കൊടുക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാല് ഇന്റേർണലി ആസ് പരമാത്മ ആൻഡ് എക്സ്റ്റേർണലി ആസ് സ്പിരിച്വൽ മാസ്റ്റർ, വൈഷ്ണവാസ് സ്പിരിച്വൽ മാസ്റ്റർ. അപ്പൊ ഇന്റേർണലി വന്നിട്ട് പരമാത്മാവായിട്ടാണ് ഭഗവാൻ നമുക്ക് ഗൈഡ് ചെയ്യുന്നത്. അന്തര്യാമി അവർക്ക് അറിയാത്തത് ഒന്നുമല്ല. അപ്പൊ പുരുഷാവതാരങ്ങളില് മെയിൻ ആയിട്ട് നമുക്ക് അറിയേണ്ടത് ക്ഷീരോദകശായി വിഷ്ണുവാണ് പരമാത്മാവായിട്ട് എല്ലാവരുടെ ഹൃദയത്തിലും വസിക്കുന്നത്. അപ്പൊ ഈ ക്ഷീരോദകശായി വിഷ്ണു പരമാത്മാ വന്നിട്ട് ആർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന വെച്ചാല് പാപികൾക്ക് വന്നിട്ട് ഭഗവാനെ വന്നിട്ട് പരമാത്മാവിന്റെ രൂപത്തിൽ മനസ്സിലാക്കാൻ പറ്റില്ല. ശ്രീമദ് ഭാഗവതം പറയുന്നുണ്ട് സത്യോ ഹൃദ്യവരുദ്ധ്യത്തെ അവരുദ്ധ്യത്തെ. അപ്പോ ഭഗവാനെ ഹൃദയത്തില് പൂട്ടി വെക്കാൻ പറ്റും. ഹൃദയത്തില് പൂട്ടി വെക്കാൻ എപ്പോ പൂട്ടി വെക്കാൻ പറ്റും? കൃത്തിബി. എപ്പോ വെച്ചാൽ കൃത്തിബി ആരൊരുവൻ വളരെ പയസ് ആയിട്ട്, വളരെ പുണ്യാത്മാവ്, എപ്പോഴും ഭഗവാനെ കീർത്തിച്ചു കൊണ്ടേയിരിക്കുന്നതാണോ, കീർത്തിച്ചുകൊണ്ട് കൃത്തിബിഹി, അതായത് അതുപോലെ ഉള്ള ആൾക്കാർക്ക് മാത്രമേ പരമാത്മാവെ വന്നിട്ട് റിയലൈസ് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്. അപ്പോ പരമാത്മാവിനെ മനസ്സിലാക്കണമെങ്കിലും ശുദ്ധ സത്വത്തിൽ വരണം. ശ്രീമദ് ഭാഗവതം ഇസ് ഗിവിംഗ് ഇസ് പ്യുവർ ഭക്തി. അപ്പൊ യോഗീസ് വന്നിട്ട് മില്യൺസ് ആൻഡ് മില്യൺസ് ഓഫ് യുഗേഴ്സ് വന്നിട്ട് തപസ് ചെയ്യും. ഒരുപാട് ഇവങ്ങാണ് തപസ് ചെയ്തിട്ട് പരമാത്മാവിനെ മനസ്സിലാക്കാൻ വന്നിട്ട് അവര് ശ്രമിക്കും. ഭഗവത്ഗീതയിലെ 18.61 പറയുന്നുണ്ട് ഭ്രാമയൻ സർവഭൂതാനി യന്ത്രാരൂഢാനി മായയ. അപ്പൊ ഭഗവാൻ വന്ന് എല്ലാവരുടെ ഹൃദയത്തിലും ഉണ്ട്. പക്ഷേ ഇത് വന്നിട്ട് ജഡശരീരമുണ്ട്, അതിന്റെ കൂടെ ഭഗവാൻ വന്നിട്ട് സാക്ഷിയായിട്ട്. ഈ പരമാത്മ വളരെ 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 മേഴ്സിഫുൾ ആണ്. നമ്മള് എത്ര ജന്മം എടുത്തിട്ടുണ്ടാവും, എത്ര ജന്മങ്ങൾ നമുക്ക് ഒരു കൗണ്ട്ലെസ് ബേർഡ്സ് കഴിഞ്ഞു. കൗണ്ട്ലെസ് ബേർഡ്സ് കഴിഞ്ഞു. ഈവൻ പക്ഷെ നമ്മൾ എന്ത് നീചമായിട്ടുള്ള ഒരു ജന്മം എടുത്തിരുന്നെങ്കിലും, മേ ബി വി ക്യാൻ ബി എ ഡോഗ് ഓർ എ ഹോഗ് ഓർ പൂച്ചയായിട്ടോ പട്ടിയായിട്ടോ എന്തായിട്ട് ജനിച്ചാലും ഭഗവാൻ വന്നിട്ട് വളരെ അഫെക്ഷനേറ്റ് ആയിട്ട് നമ്മുടെ കൂടെ പരമാത്മാവായിട്ട് കൂടെ അസോസിയേഷൻ കൊടുത്ത് നമ്മുടെ കൂടെ തന്നെ എപ്പോഴും ഇരിക്കുന്നത്. അത് വന്ന് നമ്മൾ പലപ്പോഴും അതുകൊണ്ടാണ് സെയിം പരമാത്മ, ഈ ജീവാത്മ എത്ര ശരീരം എടുത്താലും അതേ പരമാത്മ എല്ലാവരുടെ ഹൃദയത്തിൽ ഇരുന്നിട്ട് അസോസിയേഷൻ കൊടുക്കുന്നുണ്ട്, ഗൈഡൻസ് കൊടുക്കുന്നുണ്ട്. നമുക്കത് മനസ്സിലാവുന്നില്ല. അത് ഇപ്പൊ ഈവൻ അർജുനനോട് ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുമ്പോ ഐ ക്യാൻ റിമെമ്പർ യുവർ പാസ്റ്റ്, പ്രസന്റ് ആൻഡ് ഫ്യൂച്ചർ, ബട്ട് നിനക്ക് വന്ന് അതെല്ലാം ഓർമ്മയില്ല. ബിക്കോസ് ഭഗവാൻ വന്നിട്ട് പരമാത്മാവായിട്ട്
ഹൃദയത്തില് സാക്ഷിയായിരുന്നിട്ട് നമ്മൾ എത്രയെല്ലാം ജന്മം എടുത്തോ അത്രയും ജന്മം നമ്മുടെ കൂടെ ഭഗവാൻ. ഈവൻ ഭൗതിക ലോകത്തിലെ പേരൻസ് പോലും കുട്ടികളെ വന്നിട്ട് റിജക്ട് ചെയ്യാൻ പറ്റും. എന്ത് ഇങ്ങനെ ഒരു പുത്രൻ എനിക്ക് വേണ്ടേ വേണ്ട, ഇതുപോലെ ഒരു പുത്രൻ എനിക്ക് വേണ്ടവേ വേണ്ട എന്ന് ഈവൻ പേരൻസ് പോലും വേണ്ടാന്ന് വെക്കാൻ പറ്റുക. നല്ല ഒരു കുട്ടി കിട്ടിയില്ലെങ്കിൽ നല്ല ഒരു പുത്രനായിട്ടില്ലാതെ ചീത്തപ്പേരുണ്ടാക്കി തെറ്റായിട്ടുള്ള വഴിയില് പോയി അങ്ങനെയെല്ലാം ബിഹേവ് ചെയ്യുമ്പോൾ അപ്പൊ ഈവൻ പേരൻസ് പോലും പുത്രനെ വന്നിട്ട് സ്വന്തം മക്കളെ വന്നിട്ട് ഉപേക്ഷിക്കാൻ പറ്റും. പക്ഷെ ഭഗവാൻ വന്നിട്ട് വളരെ കാരുണ്യവാനായി പരമാത്മാവായിട്ട് ഹൃദയത്തിലിരുന്ന് ഗൈഡ് ചെയ്യാൻ ഗൈഡ് ചെയ്യുന്നുണ്ട്. ബട്ട് നമ്മൾ വന്നിട്ട് ഭഗവാനെ വന്നിട്ട് നോക്കുന്നേ ഇല്ല. അപ്പൊ പരമാത്മ എപ്പോഴും നമ്മുടെ കൂടെ ഹൃദയത്തിൽ തന്നെ ഉണ്ട്. ഇപ്പൊ ഉപനിഷത്തില് വന്നിട്ട് നമുക്ക് നോക്കാൻ പറ്റും. മുണ്ടക്ക ഉപനിഷത്തും പറയുന്നുണ്ട്, ശ്വേതാശ്വതര ഉപനിഷത്തും പറയുന്നുണ്ട്. സമാന വൃക്ഷേ പുരുഷോ നിമഗ്നോ നിശയാ ശോചതി മുഹ്യമാനഃ ജുഷ്ടം യഥാ പശ്യതി അന്യമീശം അസ്യ മഹിമാനം ഇതി വീതശോകം. ഇപ്പൊ ഈ രണ്ട് പക്ഷികൾ ഒരു മരത്തിലിരുന്ന് ഒരേ മരത്തിൽ ഇരിക്കുന്നുണ്ട്. Although the two birds are in the same tree, the eating bird is fully engrossed with anxiety and moroseness as the enjoyer of the fruits of the tree. But if in some way or the other he turns his face to his friend who is the Lord and knows his glories, at once the suffering of the bird becomes, suffering bird becomes free from all anxieties. എല്ലാ ഉപനിഷത്തിലും പറയുന്നുണ്ട്. മുകുന്ദ ഉപനിഷത്തിലും ഉണ്ട്, ശ്വേതാശ്വതര ഉപനിഷത്തിലും ഉണ്ട്. അവർ പറയുന്നുണ്ട് പക്ഷികൾ രണ്ടുപേര് ഒരേ മരത്തില് ഇരിക്കുന്നു. ഒരു പക്ഷി വന്നിട്ട് അതിലുള്ള ഫലങ്ങളെല്ലാം കഴിച്ചുകൊണ്ട് അതിന്റെ ഫലങ്ങളെ എൻജോയ് ചെയ്തിട്ട് എപ്പോഴും മനസ്സ് ഡിസ്റ്റർബ്ഡ് ആയിട്ട് അതിരിക്കുക അങ്ങനെ. പക്ഷെ മറ്റേ പക്ഷിയെ വന്ന് അത് തിരിഞ്ഞു നോക്കുന്നില്ല. മറ്റേ പക്ഷി വന്നിട്ട് അടുത്ത് തന്നെയുണ്ട്, പക്ഷെ ഇത് കാര്യങ്ങൾ ഒന്നിലും ഇൻവോൾവ് ആവുക, ഈസ് ജസ്റ്റ് വിറ്റ്നസിങ്. ബട്ട് ഏതെങ്കിലും ഒരു തരത്തില് ഈ പക്ഷി സങ്കടത്തിലുള്ള ഈ പക്ഷി ഹൂസ് ഫുൾ ഓഫ് ആൻസൈറ്റി ആൻഡ് മൊറോസ്നെസ് ജസ്റ്റ് ഒരു ക്ഷണത്തില് തന്റെ ചെയ്യുന്ന കാര്യങ്ങളെ നിർത്തിയിട്ട് ഭഗവാന്റെ അടുത്ത് മറ്റു പക്ഷിയുടെ വന്ന് നോക്കി പിന്നെ ഭഗവാന്റെ മഹത്വങ്ങളെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞാണ്ടല്ലോ എല്ലാ ദുഃഖവും വന്നിട്ട് മാറും. അങ്ങനെ വന്നിട്ട് നമ്മൾ ചെയ്യുന്നില്ല. ഇപ്പൊ ഈ രണ്ട് പക്ഷികളിൽ ഒന്ന് നമ്മള് ജീവാത്മാ, നമ്മൾ ഓരോരോ കർമ്മങ്ങൾ ചെയ്തിട്ട് ആ കർമ്മത്തിന്റെ ഫലങ്ങളെ വന്നിട്ട് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ നമ്മൾ അതിന്റെ വി ആർ ട്രൈങ് ടു എൻജോയ് ദ റിസൾട്ട് ഓഫ് അവർ ആക്ടിവിറ്റീസ്. നമ്മുടെ ആക്ടിവിറ്റീസിന്റെ എല്ലാം റിസൾട്ട് നമ്മൾ എൻജോയ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഓരോ പ്രാവശ്യങ്ങളും നമ്മൾ കർമ്മങ്ങളെ കൂട്ടി എൻജോയ്മെന്റിലെക്കാട്ടിലും ഈ ഭൗതിക ലോകത്തില് സഫറിങ് മാത്രമേ ഉള്ളൂ. ഏത് ക്ഷണം ഭഗവാനാണ് പരമപുരുഷോത്തമൻ, ഞാൻ എൻജോയർ അല്ല, ദ റിയൽ ഒറിജിനൽ എൻജോയർ ഇസ് കൃഷ്ണ ആൻഡ് ഐ ഷുഡ് സറണ്ടർ ടു കൃഷ്ണ, ഐ ഷുഡ് ടേക്ക് ഷെൽട്ടർ ഓഫ് കൃഷ്ണ, ഞാൻ ഭഗവാനെ ശരണം പ്രാപിക്കണം, ഞാൻ വന്നിട്ട് അങ്ങനെ പറഞ്ഞ് സറണ്ടർ ആവുമ്പോ അപ്പൊ എന്താവും, ഇമ്മീഡിയറ്റ്ലി ഓൾ ഇസ് സഫറിങ് ഇസ് വാൻക്വിഷ്ഡ് എന്ന് പറയുന്നത്. ഇമ്മീഡിയറ്റ്ലി ഉടൻ തന്നെ എല്ലാവിധമായ സഫറിങ്ങിലിരുന്ന് നമുക്ക് എല്ലാവിധമായ ദുഃഖത്തിലിരുന്ന് നമുക്ക് വെളിയിൽ വരാൻ പറ്റും എന്ന് പറയാം. ഇപ്പൊ അതേപോലെ തന്നെ ഓരോരോ നമ്മള് ശാസ്ത്രം നോക്കിയാല് അർജുന അതേപോലെ ഉണ്ടായിരുന്നു. അർജുനൻ വളരെ ഈ മഹാഭാരത യുദ്ധത്തിൽ കുരുക്ഷേത്ര യുദ്ധത്തിൽ പങ്കെടുക്കില്ല എന്ന് പറഞ്ഞ് ഭയങ്കര കൺഫ്യൂസ്ഡ് ആയി ഗാന്ഡീവത്തിന് താഴെയിട്ട് ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിട്ട് തനക്ക് എല്ലാ ധർമ്മം ഇങ്ങനെയല്ലേ അങ്ങനെയല്ലേ, റിലേറ്റീവ്സിനെ കൊല്ലുന്നത്, ഗുരുക്കന്മാരെ കൊല്ലുന്നത് ഇതെല്ലാം ധർമ്മം അല്ലല്ലോ, അങ്ങനെയെല്ലാം he has got his own set of theories and dharma. അങ്ങനെയെല്ലാം ഇരുന്ന് ഭയങ്കര കൺഫ്യൂസ്ഡ് ആയി എന്ത് ചെയ്യണമെന്ന് അറിയാത്ത ഒരു സിറ്റുവേഷനില് ഭഗവാനെ തിരിഞ്ഞ് നോക്കിയപ്പോ ഭഗവാൻ വന്നിട്ട് ഭഗവാനോട് പറഞ്ഞ് ശിഷ്യസ്തേഹം ഷാദിമാം ത്വാം പ്രപന്നം, എന്നെ ദയവായിട്ട് ശിഷ്യനായിട്ട് എടുക്കുമെന്ന് പറഞ്ഞ് ഭഗവാന്റെ അടുത്ത് തിരിഞ്ഞു നോക്കിയപ്പോ ഭഗവാന്റെ ഉപദേശം കേട്ട പിന്നെ യാതൊരു കഷ്ടവും ഇല്ലാതെ എല്ലാ കഷ്ടത്തിൽ നിന്നും മുക്തനായി. ഹി വാസ് വെരി സക്സസ്ഫുൾ. എത്ര യോഗേശ്വര കൃഷ്ണോ എത്ര പാർത്ഥോ ധനുർധരഃ തത്ര ശ്രീവിജയോ ഭൂതിർ ധ്രുവാനി തിർമമാം. അങ്ങനെ ഭഗവാന്റെ സൈഡിലേക്ക് തിരിയുമ്പോ നമ്മുടെ എല്ലാ ദുഃഖങ്ങളും കഷ്ടങ്ങളും മാറി വീൽ ബിക്കം വെരി സക്സസ്ഫുൾ. ബട്ട് അത് നമ്മൾ ചെയ്യുന്നില്ല. നമ്മള് ശാസ്ത്രത്തിലെ
number of personalities ഉണ്ട്. എല്ലാ ഡിവോട്ടീസും നോക്കിയാൽ they were all in great difficult situations. ആ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻസ് ഇല്ലാത്ത ആൾക്കാരെ ഇല്ല. അങ്ങനെ വളരെ ദുഃഖകരമായ ഒരു എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റുമെന്ന് അറിയാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടും കൂടെ അവരെന്ത് ചെയ്തു? വളരെ അവർ ഭഗവാനെ മറന്നില്ല. ഭഗവാനെ ഓർത്ത് ഭഗവാന്റെ ശരണം പ്രാപിച്ചപ്പോഴല്ല ഈസി ആയിട്ട് എന്താണ് അപ്പൊ ഭയങ്കര ഈസി ആയിട്ട് അവരുടെ പ്രോബ്ലംസ് അവർ ക്രോസ് ചെയ്യാൻ പറ്റി. then they become very free from all moroseness and they became very happy. അപ്പം അതാണ് എല്ലാ അത് ആരെടുത്താലും, അത് ഗജേന്ദ്രനായാലും അത് ദ്രൗപദി ആയാലും എന്തുമാത്രം പ്രഹ്ലാദ് മഹാരാജ ആരായാലും they all took shelter of Krishna and they became very very successful. അപ്പൊ ഫസ്റ്റ് വന്നിട്ട് ഭഗവാൻ വന്നിട്ട് എന്താ ഭഗവാനെ ധ്യാനിക്കുമ്പോ യുനോ ഹൃദയത്തിലുള്ള പരമാത്മാ വന്നിട്ട് അങ്ങ് റെസിപ്രിക്കേറ്റ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് ടേക്കിംഗ് ഷെൽട്ടർ ഓഫ് കൃഷ്ണ, ഭക്തിയുത സേവനം, അത് വളരെ 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 ഇമ്പോർട്ടന്റ് ആണ്. ഭാഗവതം പറയുന്നുണ്ട്, സവൈ പുംസാം പരോധർമ്മോ യഥോ ഭക്തി രഥോക്ഷജേ അഹൈതുകി അപ്രതീഹത യാത്മാ സുപ്രസീദതി. ജസ്റ്റ് ബൈ നോയിങ് ദിസ്, ബൈ റെൻഡറിങ് ഡിവോഷണൽ സർവീസ് ടു കൃഷ്ണ, പരമപുരുഷ ഭഗവാൻ ശ്രീകൃഷ്ണനെ വന്ന് സേവ ചെയ്യുമ്പോ എന്താവുന്നു? ശരീരം തൃപ്തനാവുന്നു, മനസ്സ് വളരെ തൃപ്തിയാവുന്നു, ആത്മാവ് സന്തുഷ്ടനാവുന്നു. പിന്നെ പരമാത്മ റിസൈഡിങ് നമ്മൾ കാട്ടിയ വഴിയിലെ ഇത് പോയി ഇത്രയും സന്തുഷ്ടനായല്ലോ എന്ന് പരമാത്മാവും വളരെ സന്തോഷമാവുന്നു. ബിക്കോസ് പരമാത്മ എപ്പോഴും അകത്തുനിന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുക, നമുക്ക് ഇൻസ്ട്രക്ഷൻസ് കൊടുത്തുകൊണ്ടേ ഇരിക്കുക, ഗൈഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ബട്ട് പലപ്പോഴും നമ്മൾ പരമാത്മാവിന്റെ വോയിസിനെ നമ്മൾ കേൾക്കുന്നില്ല. പരമാത്മാവ് ഫസ്റ്റ് അടുത്ത്, ബിക്കോസ് ബാക്കി ഒരു കഷ്ടം ഒരു കാര്യങ്ങളെല്ലാം എന്ന് വെച്ചാല് ബാക്കിയുള്ളവർക്കെല്ലാം പറയണം, നമ്മൾ ന്യൂസ് എത്തിക്കണം, മൊബൈൽ എടുത്ത് അമ്മ എനിക്കിങ്ങനെ ഒരു വിഷമം ഉണ്ടെന്ന് അമ്മയെ വിളിച്ച് പറയണം, ഹസ്ബൻഡെ വിളിച്ച് പറയണം, മക്കളെ വിളിച്ച് പറയണം. പക്ഷെ ഭഗവാൻ വന്നിട്ട് you don't have to take any just call him, he's within your heart only. എത്ര ഭാഗ്യവാനാ നമ്മൾ അപ്പോട്ട് അത് നമ്മൾ ഏറ്റവും അടുത്തുള്ള ഭഗവാനെ വിട്ടിട്ട് ബാക്കി എല്ലാവരെയും വിളിച്ച് നമ്മുടെ പ്രശ്നങ്ങളെല്ലാം പറഞ്ഞു നിൽക്കുക. ഭക്തന്മാര്, ശുദ്ധഭക്തന്മാർ എന്ത് ചെയ്യും? അവര് immediately they will take shelter of Krishna. ഭഗവാൻ immediately അവര് ഷെൽട്ടർ ആയിക്കും. പക്ഷെ ഈ എന്താ പറയാ, ഈ ഒരു സറണ്ടർ അത്രയും പെട്ടെന്ന് എല്ലാവർക്കും കിട്ടില്ല. ഭഗവത്ഗീതയിൽ നമ്മൾ വായിക്കുന്നുണ്ട്, മനുഷ്യാനാം സഹസ്രേഷു കശ്ചിത് യതതി സിദ്ധയേ യതതാമപി സിദ്ധാനാം കശ്ചിൻ മാം വേതി തത്വതഃ. 1000-ൽ ഒരുവൻ ഇതുപോലെ സാധാരണ ആൾക്കാർ എല്ലാവർക്കും ഭക്തി ചെയ്യണമെന്ന് തോന്നില്ല. 1000-ൽ ഒരാൾ വന്നിട്ട് ഭക്തി ചെയ്യാം. അതിലും പരമപുരുഷോത്തം ഭഗവാനാണ് എല്ലാം എന്ന് പറഞ്ഞിട്ട് സർവം സമർപ്പിച്ച് ഭഗവാനെ സേവ ചെയ്യുന്നത് വളരെ ചുരുങ്ങിയ ആൾക്കാരെ ഉണ്ടാകും. സോ ഇറ്റ് ഇസ് നോട്ട് വെരി ഈസി അങ്ങനെ പരമാത്മാവിനെ കാണുന്നത് എല്ലാം. അപ്പൊ അത് അങ്ങനെ ഒരു സറണ്ടേർഡ് സോളില് മാത്രമേ വന്നിട്ട് പരമാത്മാവിന്റെ ആ വോയിസ്, ഭഗവാൻ ഹൃദയത്തിൽ നിന്ന് കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസ് വന്നിട്ട് കേൾക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ നമ്മള് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോ അകത്തുനിന്ന് ഒരു വോയിസ്, ഇല്ല, ശരിയല്ല, ഇങ്ങനെ ചെയ്യാൻ പാടില്ല, അങ്ങനെ നമുക്ക് ഒരു വോയിസ് കേൾക്കാറുണ്ട് അകത്തുനിന്ന്. നീ ചെയ്യുന്നത് ശരിയല്ല, നീ പറഞ്ഞത് ശരിയല്ല, അങ്ങനെ ഒരു വോയിസ് വന്ന് നമുക്ക് കേൾക്കാറുണ്ട്. അത് വന്നിട്ട് ഇറ്റ് ഈസ് നത്തിങ് ബട്ട് വോയിസ് ഓഫ് പരമാത്മ. ആ പരമാത്മാവിന്റെ വോയിസ് പലപ്പോഴും നമ്മള് മൈൻഡ് ചെയ്യാറില്ല. മൈൻഡ് ചെയ്യാതെ നടക്കുമ്പോ ഉണ്ടല്ലോ, അപ്പോഴാണ് നമ്മൾ കൂടുതൽ എന്താ പറയാ, ഈ ക്വിക്ക് സാൻഡിന്റെ അകത്ത് പോകുന്നത്. ആ ക്വിക്ക് സാൻഡിന്റെ അകത്ത് നമ്മള് വീണ് കഴിഞ്ഞാണ്ടല്ലോ, അതുപോലെ നമ്മൾ മേലെ 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 കർമ്മം ചെയ്ത് കൂടുതൽ പ്രശ്നങ്ങൾ നമുക്ക് നമ്മളെ ഉണ്ടാക്കുന്നതാണ് അങ്ങനെ. സോ പക്ഷെ ഭഗവാൻ വന്ന് എല്ലാവരുടെ ഹൃദയത്തിലും ഉണ്ട്. നമ്മള് ജസ്റ്റ് ഒന്ന് കൃഷ്ണ എന്ന് വിളിച്ചങ്ങ് ഭഗവാനെ സറണ്ടർ ആയാല് ഭഗവാൻ ഇമ്മീഡിയറ്റ്ലി നമ്മുടെ റെസ്പോൺസിബിലിറ്റി അവിടെ എടുക്കുന്നുണ്ട്. പിന്നെ ഇവിടെ പോപ്പട്ടിലെ ശീല പ്രഭുപാദ് വളരെ നല്ലതായിട്ട് പറഞ്ഞിട്ടുണ്ട്. The super soul engages the living being in executing fruitive work as a result of his deeds in the past.
but the Paramatma has nothing to do with the engagements. So നമ്മള് പൂർവ്വകർമ്മ അനുസരിച്ച് ഓരോരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, but പരമാത്മാവിന് അതിനും യാതൊരു കറക്ഷൻ ഇല്ല. He is simply the witnesser and sanctioner of all our desires. He is just witnessing and sanctioner. നമ്മൾ പറയുന്ന desires എന്തെങ്കിലും പറയുവാണെങ്കിൽ he is just sanctioning, but he doesn't involve himself. എതിലും പരമാത്മാ വന്നിട്ട് ഇൻവോൾവ് ചെയ്യില്ല. ഭഗവാൻ എല്ലാം വിറ്റ്നസ് ആയിട്ട് ഇരിക്കുന്നല്ലാതെ, ശ്രീല പ്രഭുപാദ് ഇവിടെ നല്ല എക്സാമ്പിൾ പറയുന്നുണ്ട്. A man may not remember what he has done in his childhood, but his father, who has seen him grow through different stages of development, certainly remembers him. Similarly, the living being undergoes many changes of body through many lives, but the super soul is always within him and remembers all his activities despite his evolution through different bodies. പല ആത്മാക്ക പല ശരീരത്തിലും നമ്മൾ ചെയ്ത കർമ്മങ്ങളെല്ലാം ഈ ജന്മത്തില് നമ്മൾ ചെയ്ത കർമ്മങ്ങൾ നമുക്ക് ഓർമ്മയില്ല. ഇന്ന് രാവിലെ കഴിച്ച ഫുഡ് എന്താന്ന് ഓർമ്മയില്ല. ഇന്ന് രാവിലെ ഡേറ്റീസ് ടെമ്പിളിലെ ഡേറ്റീസ് എന്താ ഡ്രസ്സ് ഇട്ടതെന്ന് നമുക്ക് ഓർമ്മയില്ല. പല മന്ദസുമന്ദമതയോ മന്ദഭാഗ്യായി ഉപദ്രവ നമുക്ക് അതൊന്നും ഓർമ്മയില്ല. നമ്മുടെ മറ്റീരിയൽ വേൾഡില് നമ്മുടെ മന്ദസുമന്ദമതയോ അങ്ങനെയാണ്. ബട്ട് എങ്ങനെ ശ്രീല പ്രഭുപാദ് എക്സാമ്പിൾ പറയുന്നുണ്ട് പോപ്പട്ടില്, എങ്ങനെ അച്ഛൻ വന്ന് കുട്ടി ഓരോരോ സ്റ്റേജില് ചെയ്ത ഓരോരോ ആക്ടിവിറ്റീസ് എല്ലാം പറഞ്ഞത്, ഇവന് കുട്ടിയായിരുന്നപ്പോ ഇങ്ങനെ ചെയ്തു, 1 വയസ്സിൽ ഇങ്ങനെ ചെയ്തു, 5 വയസ്സ് സ്കൂളിൽ പോയി തുടങ്ങിയപ്പോ ഇങ്ങനെ ചെയ്തു, ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ അച്ഛൻ ഓർക്കുന്ന പോലെ ഭഗവാൻ എല്ലാം ഓർക്കുന്നുണ്ട്. അപ്പൊ പരമാത്മാവാണ് ആ റിമംബറൻസ് എല്ലാം നമുക്ക് കൊടുക്കുന്നുണ്ട്. ഗജേന്ദ്ര മോക്ഷത്തില് ഗജേന്ദ്രൻ he remembered immediately പൂർവ്വജന്മത്തില് ആ പൂർവ്വജന്മത്തില് പ്രാർത്ഥിച്ച ആ പ്രാർത്ഥന എങ്ങനെ ഓർമ്മ വന്നു? കൃഷ്ണ is giving the intelligence, കൃഷ്ണ is giving remembrance, കൃഷ്ണ is giving forgetfulness. അപ്പൊ ഭഗവാൻ പറയുന്നുണ്ട് ഭഗവത്ഗീതയില്, സർവസ്യ ചാഹം ഹൃദി സന്നിവിഷ്ടഃ മത്ത സ്മൃതിർ ജ്ഞാനമപോഹനം ച വേദേശ്ച സർവേരഹമേവ വേദ്യ വേദാന്തകൃത് വേദവിദേവ ച. From me comes knowledge, remembrance and forgetfulness. അപ്പൊ ആ കറക്റ്റ് ആയിട്ടുള്ള സമയത്ത് ഭഗവാൻ ഓർമ്മിപ്പിക്കുമ്പോ ദെൻ ആ പൂർവ്വജന്മത്ത് പ്രേയർ ഗജേന്ദ്രന് ഓർമ്മ വന്ന് പിന്നെ ഭഗവാനെ വന്നിട്ട് ആ ഒരു ഫ്ലവർ വന്ന് എങ്ങനെ ഓർമ്മ വന്നു? It is the Lord who is sitting in the heart as Paramatma is giving that remembrance. എല്ലാവരും സർവസ്യ ചാഹം ഹൃദി സന്നിവിഷ്ടു, ഹൃദയത്തിൽ എങ്ങനെ ഇരിക്കുന്നു? പരമാത്മാവായിട്ടിരിക്കുന്നു. അപ്പൊ നോളജ്, ഇന്റലിജൻസ്, റിമംബറൻസ്, ഫർഗെറ്റ്ഫുൾനെസ് എല്ലാം എൻ്റെ അടുത്ത് നിന്നാ വരുന്നത്. സോ അപ്പോ ഒരു ഇത് മനസ്സിലാക്കിയിട്ട് നമുക്കത് ചെറിയൊരു അക്കംപ്ലിഷ്മെന്റ്, ചെറിയൊരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ വി ടേക്ക് സോ മച്ച് ഓഫ് പ്രൈഡ്. ഞാൻ ഇത് ചെയ്ത് കഴിഞ്ഞു, ഞാൻ ഇത് അച്ചീവ് ചെയ്തു, എന്റെ മിടുക്കാണ്, ഞാനിത് ചെയ്ത് കഴിഞ്ഞു എന്ന്. The Lord is giving the intelligence. The Lord is giving the remembrance. ഭഗവാന്റെ അടുത്ത് നിന്നാണ് ഈ റിമംബറൻസ്, ഫർഗെറ്റ്ഫുൾനെസ് എല്ലാം വരുന്നത്. സോ അത് വന്നിട്ട് നമ്മള് എപ്പോഴും ഓർത്ത് ഇരിക്കണം, മനസ്സിലാക്കണം എന്നുള്ളത്. പിന്നെ യെസ്, സോ ഈ പരമാത്മാവിനെ കാണാൻ വേണ്ടിയിട്ട് ഭക്തന്മാര് ഹൃദയത്തില് കെട്ടിയിടാൻ വേണ്ടിയിട്ട് തൗസൻഡ്സ് ആൻഡ് തൗസൻഡ്സ് ഓഫ് ഇയേഴ്സ് വന്ന് തപസ്യ ചെയ്യുന്നുണ്ട്. തൗസൻഡ്സ് ആൻഡ് തൗസൻഡ്സ് ഓഫ് ഇയേഴ്സ് തപസ്യ. അപ്പൊ നമ്മള് ദാമോദര അഷ്ടകത്തില് നമ്മള് വായിക്കുന്നുണ്ട്, യോഗികളും യോഗീഷ് എല്ലാം കൽപ്പകാലങ്ങളിൽ ഇപ്പൊ എത്രയോ കോടി യുഗങ്ങളെല്ലാം തപസ് ചെയ്ത് ഭഗവാനെ ഹൃദയത്തില് പിടിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോ അവർക്കെല്ലാം എത്താത്ത ഭഗവാൻ വന്നിട്ട് യശോദ അമ്മയുടെ പ്യുവർ ലവ് ആൻഡ് ഡിവോഷന് സറണ്ടറായി യശോദ അമ്മ കെട്ടാൻ വന്നിട്ട് സമ്മതിച്ചു. he is only captivated by the Lord, that same പരമാത്മ. ഈ പരമാത്മാവിനെ, ഹൃദയത്തിലുള്ള പരമാത്മാവിനെ വന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് തപസ് ചെയ്യുന്നു. ലക്ഷക്കണക്കാണ്, കോടിക്കണക്കാണ് യുഗങ്ങൾ വന്ന് തപസ് ചെയ്യുന്നു. ബട്ട് ആർക്കും അത്രയും പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പൊ ഈ പരമാത്മാ എന്താ പറയാ, ചൈതന്യ അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ അകത്തുനിന്ന് വരുന്ന ആ വോയിസ് വന്നിട്ട് ഇറ്റ് ഈസ് നത്തിങ് ബട്ട്
വോയിസ് ഓഫ് കൃഷ്ണ, പരമാത്മ. ഭഗവാൻ വന്നിട്ട് പരമാത്മാവായിട്ട് നമുക്ക് ഇൻസ്ട്രക്ഷൻ തരുന്നതാണ്. സോ നമുക്കൊരു ഗിൽറ്റ് ഫീലിംഗ് വരുവാണെങ്കിൽ, ഒരു കാര്യം ചെയ്തിട്ട് ഇത് ഞാൻ ചെയ്തത് ശരിയല്ല, തെറ്റാണ് എന്ന് നമുക്ക് ഒരു ബോധ്യം ഉണ്ടാക്കുന്നത് പരമാത്മാവ്. ഈസിലി നമ്മൾ മറ്റവരുടെ ഫോൾസ് എല്ലാം, ഇവൻ പറഞ്ഞത് ശരിയല്ല, അവള് ചെയ്തത് ശരിയല്ല, ഇവൻ ചെയ്തത് ശരിയല്ല എന്ന് ബാക്കിയുള്ളവരുടെ ഫോൾട്ട് എല്ലാം വന്നിട്ട് ഈസിലി നമ്മള് പറയും. പക്ഷെ വൺസ് ഓൺ മിസ്റ്റേക്ക്, സ്വയം ചെയ്ത മിസ്റ്റേക്കിനെ വന്നിട്ട് മനസ്സിലാക്കണമെങ്കിൽ അത് ആ ഹൃദയത്തിലുള്ള പരമാത്മാവിന്റെ വോയിസ് കേട്ടാലേ നമുക്ക് പറ്റുള്ളൂ. ഒരു പ്രാവശ്യം നിതായ് സേവിനി മാതാജിയുടെ ക്ലാസ് കേൾക്കുമ്പോ, to identify one's own mistake is like finding out a mustard seed. കടുക് വന്ന് എങ്ങനെയാ, കറുത്ത കളറിലുണ്ട്. അമാവാസ്യ ദിവസം വന്ന് ഇരുട്ടത്ത് താഴെ വീണ് ആ കടുക് മണിയെ കണ്ടുപിടിച്ചെടുക്കുന്ന പോലെയാണ്. ടു ഫൈൻഡ് വൺസ് ഓൺ മിസ്റ്റേക്സ്. അതേഴ്സ് മിസ്റ്റേക്സ് നമ്മൾ ലെൻസ് വെച്ച് നോക്കും, നമുക്ക് അതെല്ലാം വന്നിട്ട് ഇച്ചിരിയുള്ള മിസ്റ്റേക്സിനെ വന്നിട്ട് വലിയ ഒരു ജൈജാന്റിക് ഫോം കൊടുത്ത് അതിനെ വന്നിട്ട്, പക്ഷെ വൺസ് ഓൺ മിസ്റ്റേക്സിനെ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, ഫൈൻഡിങ് ഔട്ട് ബ്ലാക്ക് മസ്റ്റേർഡ് സീഡ് ഓൺ അമാവാസ്യ ഡേ എന്ന്. അത്ര ഡിഫിക്കൽട്ടാണ്. അമാവാസ്യ ദിവസത്തന്ന് ഒരു കടുക് മണി താഴെ വീണ അതിനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ? അത്ര ഈസി അല്ല അങ്ങനെ കണ്ടുപിടിക്കുന്നത്. പക്ഷെ നമ്മുടെ സ്വന്തം മിസ്റ്റേക്സ് എന്നിട്ട് നമുക്ക് മനസ്സിലാക്കി തരുന്നത് ഹൃദയത്തിൽ നിന്ന് പരമാത്മാ ഒരു വോയിസ് പറയും, നീ ചെയ്യുന്നത് തെറ്റാണ്, ശരിയല്ല, ചെയ്യുന്നത് തെറ്റാണെന്ന്. അപ്പോ നമ്മളിപ്പോ ചൈതന്യ ചരിതാമൃതം വായിക്കുന്നു. ചൈതന്യ മഹാപ്രഭു ഭയങ്കര ഭഗ്നാനിമസ്. നമോ മഹാവദന്യായ കൃഷ്ണ പ്രേമ പ്രദായതേ കൃഷ്ണനായ കൃഷ്ണ ചൈതന്യ നാമനെ ഓരോ നമഃ നമ്മൾ പാടി. അപ്പൊ ചൈതന്യ മഹാപ്രഭു വന്നിട്ട് ഭയങ്കര മഗ്നാനിമസ് ആണ്. അപ്പൊ എന്ത് വെച്ചാല് എല്ലാവരും ചൈതന്യ മഹാപ്രഭു ഭയങ്കര മഗ്നാനിമസ്. എല്ലാവരുടെ അടുത്തും എല്ലാവർക്കും അനുഗ്രഹം, എല്ലാവർക്കും മെർസി കൊടുക്കുന്നതാണ് ചൈതന്യ മഹാപ്രഭുവിന്റെ സ്പെഷ്യാലിറ്റി. അപ്പൊ ചൈതന്യ മഹാപ്രഭു വന്നിട്ട് എല്ലാവർക്കും ഒരു മുന്നിലോട്ട് വരാൻ, എത്ര പാപിയായാലും അവർക്ക് മേലെ വരാൻ ഒരു ചാൻസ് കൊടുക്കുന്നു. അപ്പൊ ഒരു പ്രാവശ്യം മഹാപ്രഭു വന്നിട്ട് സൗത്ത് ഇന്ത്യൻ യാത്ര എല്ലാം കഴിഞ്ഞിട്ട് തിരിച്ച് പൂനെ എന്നൊരു സ്ഥലത്ത് വന്നപ്പോ ഈ ഒരു പാസ്റ്റ് ടൈം രാധാനാഥ് സ്വാമി മഹാരാജ് പറഞ്ഞു ഈ ക്ലാസ്സില്. അപ്പൊ അവിടെ ഒരു പൂനെയുടെ അടുത്ത് ഒരു ടെമ്പിൾ ഉണ്ടായിരുന്നു. ആ ടെമ്പിളില് വന്നിട്ട് ആ ടെമ്പിൾ പൂജാരിമാരെല്ലാം വളരെ മോശമായിട്ടുള്ള ഒരു പൂജാരിമാരായിരുന്നു. എല്ലാവരെയും എക്സ്പ്ലോയിറ്റ് ചെയ്യുക, എല്ലാവരെയും എന്താ പറയാ എക്സ്പ്ലോയിറ്റ് ചെയ്ത് വരുന്നവരെല്ലാം എസ്പെഷ്യലി യങ് ഗേൾസ് അവിടെ വരുവാണെങ്കിൽ എന്ത് ചെയ്യുന്ന വെച്ചാല് അവരെ വന്ന് ബ്രെയിൻ വാഷ് ചെയ്തിട്ട്, അവരുടെ മൈൻഡിനെ വന്നിട്ട് ബ്രെയിൻ വാഷ് ചെയ്തിട്ട് അവരെന്ത് ചെയ്യുന്ന വെച്ചാല് ആ അമ്പലത്തിലുള്ള വിഗ്രഹത്തിനെ വന്നിട്ട് കല്യാണം കഴിച്ചു കൊടുത്തിട്ട് പിന്നെ എന്ത് പറയുന്ന വെച്ചാല്, ഇപ്പൊ ഈ അൺമാരീഡ് യങ് ഗേൾസ് എല്ലാം ഡേറ്റിയുടെ വൈഫായി, അവിടെ ആ അമ്പലത്തിലുള്ള ഡേറ്റിയുടെ വൈഫ്സായി. പിന്നെ അവർ പറയും, പൂജാരിമാർ പറയും, നിങ്ങളെല്ലാം സാധാരണ ആൾക്കാരല്ല, നിങ്ങളെല്ലാം സ്വർഗലോകത്തിൽ നിന്ന് വന്ന ദേവിയാണ്. അപ്പൊ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം, നിയമങ്ങൾക്കെല്ലാം യു ആർ ഓൾ അബവ് ദ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. അപ്പൊ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. അത് ഇപ്പൊ ഈ ഭൗതിക ലോകത്തിലുള്ള നിയമങ്ങളെല്ലാം നിങ്ങൾക്ക് ഇല്ല. അപ്പൊ നിങ്ങൾക്ക് വന്നിട്ട് യു ക്യാൻ റോബ്, യു ക്യാൻ സ്റ്റീൽ, യു ക്യാൻ കിൽ ആൻഡ് യു ആൾ ബിക്കം ലൈക്ക് പ്രോസ്റ്റിറ്റ്യൂട്ട്സ്. അങ്ങനെ പറഞ്ഞിട്ട് അവരെ കൊണ്ട് ചെയ്യാൻ പാടാത്ത എല്ലാ കാര്യങ്ങളും അവരെ കൊണ്ട് ചെയ്യിച്ചു. അവരെ കൊണ്ട് കുറെ കൊള്ളയടിക്കുക, അടുത്ത ആൾക്കാരുടെ സ്വത്തിനെ എടുക്കുക, ആൾക്കാരെ കൊന്നിട്ടും അവരുടെ സമ്പത്തുകളെല്ലാം കൊണ്ടുവരിക. അങ്ങനെ പിന്നെ അവരെ ഇങ്ങനെ പ്രോസ്റ്റിറ്റ്യൂട്ട്സ് ആയിട്ടും അവരെ വന്നിട്ട് ട്രീറ്റ് ചെയ്ത് അങ്ങനെയെല്ലാം ആ സ്ത്രീകളെല്ലാം ഉണ്ടായിരുന്നു. കുറെ ഇങ്ങനെ യങ് ഗേൾസ് എല്ലാം അവിടെ ആ ടെമ്പിളിൽ വന്നപ്പോ അങ്ങനെ ഇത് വന്നിട്ട് ആരോ ഒരു ആചാര്യൻ വന്നിട്ട് റെക്കോർഡ് ചെയ്തിട്ടുണ്ടെന്ന് മഹാരാജ് ഒരു ക്ലാസ്സിൽ പറയുമായിരുന്നു. പിന്നെ പറഞ്ഞു, പിന്നെ കുറച്ച് ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ ഇതുവരെ ആ പെൺകുട്ടികൾ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. അപ്പൊ അവർക്ക് ഭയങ്കര വിഷമായി. എന്താ നമ്മുടെ ജീവിതം ഇങ്ങനെയായോ? എന്നാലും ഇയാളുടെ ഈ പൂജാരി പറയുന്നതെന്ന് വെളിയിൽ വരാനും പറ്റുന്നില്ല. ഭയങ്കര വിഷമിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോ
അപ്പൊ അവർ വന്ന് പറയും, നോ, ദിസ് ഇസ് വിൽ ഓഫ് ഗാഡ്, ഇത് ഭഗവാന്റെ ഇച്ഛ ഇതാണ്, നിങ്ങൾ ഇങ്ങനെ ഭഗവാനെ സേവിച്ചിട്ട് പിന്നെ ഇങ്ങനെ എല്ലാം കർമ്മങ്ങൾ ചെയ്യണം എന്നെല്ലാം പറഞ്ഞിട്ട് ചെയ്യൂ ചെയ്യൂ, ഇനിയും പോയി വല്ലവരുടെ ഇങ്ങനെ സ്വത്ത് എല്ലാം എടുത്തിട്ട് വാ, സമ്പത്തുകളെല്ലാം കൊണ്ടുവരൂ, പിന്നെ ആൾക്കാർ അതിനെ വേണമെങ്കിൽ കൊല്ലുകയും ചെയ്യും, എന്ത് വേണമെങ്കിലും ചെയ്യാൻ അവര് തയ്യാറായിരുന്നു. ഭയങ്കര നീചമായിട്ടുള്ള ഒരു ജീവിതം അവര് ജീവിക്കുമായിരുന്നു. അപ്പോ ആ ആദ്യമല്ല ഇങ്ങനെ കാര്യങ്ങൾ ചെയ്തപ്പോ അവർക്ക് മനസ്സിൽ ഭയങ്കര വിഷമം, ഞാൻ എന്താ ഇങ്ങനെ ചെയ്യണേ, ശരിയല്ലല്ലോ, അങ്ങനെ തോന്നി. പിന്നെ again and again തിരിച്ച് ചെയ്യുമ്പോ അവർക്ക് ആ ഒരു ഗിൽറ്റി ഫീലിംഗേ വന്നില്ല. എന്താ അത്, നമ്മൾ ചെയ്യുന്നത് ശരിയല്ലല്ലോ എന്നുള്ള ആ ഒരു ഗിൽറ്റി ഫീലിംഗ് വന്നില്ല. അപ്പൊ മുമ്പ് ഹൃദയത്തിലെ പരമാത്മ വന്ന് പറയുമായിരുന്നു, തെറ്റാണ് നീ ചെയ്യുന്നത് തെറ്റാണ്. പിന്നെ അങ്ങനെ ആ ശബ്ദം കേട്ടില്ല, ഒരു ഫീലിംഗേ ഇല്ലാതെ പിന്നെ അവരെന്ത് ചെയ്യാച്ചാൽ എന്താ പറയാ, പരമാത്മാവിന്റെ ആ ശബ്ദം അകത്തുനിന്ന് പറയുന്നത് കേൾക്കാതെ ആയി. പിന്നെ അവര് മോൺസ്റ്റേഴ്സിനെ മാറി എല്ലാവരെയും ഉപദ്രവിക്കുക, അങ്ങനെയെല്ലാം ജീവിക്കാൻ തുടങ്ങി. അവർക്ക് വന്നിട്ട് മനസാക്ഷിയെ ഇല്ലാതെ ഭയങ്കര മോശമായിട്ട് ഒരു ജീവിതം അവർ ജീവിക്കാൻ തുടങ്ങി. പക്ഷെ അവര് ഭയങ്കര ക്രൂരമായിട്ടുള്ള ആൾക്കാരായിട്ട് ഈ സ്ത്രീകൾ, ഈ യങ് ഗേൾസ് അങ്ങനെ മാറിയപ്പോ എന്തായെന്ന് വെച്ചാല് അവര് വിചാരിച്ചു, ഇപ്പൊ കുറെ പൈസയെല്ലാം ഉണ്ട്, നമ്മുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, നമ്മളിപ്പോ ജീവിത സ്റ്റാൻഡേർഡ് വന്നിട്ട് വളരെ ഹൈ ആണ്, നമ്മൾ വളരെ നല്ല സ്റ്റാൻഡേർഡിലാണ് ഇപ്പൊ ഇരിക്കുന്നത്, ഇഷ്ടംപോലെ പൈസയെല്ലാം ഉണ്ട്, അങ്ങനെയെല്ലാം അവർ വിചാരിച്ചു. പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ വന്നിട്ട് ഒരു സഫറിങ് ഉണ്ടായിരുന്നു, വേദന ഉണ്ടായിരുന്നു. നോ, ചെയ്യുന്നത് തെറ്റാണ്, ഞാൻ ചെയ്യുന്നത് തെറ്റാണ് എന്നുള്ള ഉള്ളിൽ ഒരു വേദന അവർക്ക് ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള സമയത്ത് ചൈതന്യ മഹാപ്രഭു പൂനെയുടെ അടുത്തുള്ള ടെമ്പിളിലേക്ക് വരുന്നുണ്ട്. ചൈതന്യ മഹാപ്രഭു ആ അമ്പലം വിസിറ്റ് ചെയ്യുമ്പോൾ മഹാപ്രഭുവിന്റെ വയസ്സ് വന്നിട്ട് 26 വയസ്സ്. 26 വയസ്സില് വളരെ വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു, വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. അപ്പോ മഹാപ്രഭുവിന്റെ സൗന്ദര്യം കണ്ടപ്പോ ഇവര് ഭയങ്കര അട്രാക്ട് ആയത് മാത്രമല്ല, ഇവർ വന്നിട്ട് എന്താ പറയാ, മേർഡറസ് പ്രോസ്റ്റിറ്റ്യൂട്ട്സ്, അവര് കൊല്ലാനും തയങ്ങാത്ത ആൾക്കാർ, ആരെ വേണമെങ്കിലും കൊല്ലും, അങ്ങനെയാണ്. അപ്പൊ ചൈതന്യ മഹാപ്രഭു ഇവരെ കണ്ടപ്പോ, സാക്ഷാത് ഭഗവാൻ ചൈതന്യ മഹാപ്രഭു കണ്ടപ്പോ മനസ്സിലായി, ഇവർ വന്നിട്ട് ഇത്രയും ലോ ക്ലാസ് ആയിട്ടുള്ള ജീവിതം ഉണ്ടല്ലോ, ഇങ്ങനെ ഒരു പാവികളായിട്ട് ഇരിക്കുന്നല്ലോ, ഇങ്ങനെ കില്ലർ ഓഫ് ദ സോൾ, ഇങ്ങനെ ഒരു നല്ലൊരു ശരീരം കിട്ടിയിട്ട്, നല്ല ഒരു മനുഷ്യജന്മം കിട്ടിയിട്ട് ഇങ്ങനെ വേസ്റ്റ് ആക്കുന്നല്ലോ, ഇത്ര ഒരു ദൈനിക അവസ്ഥ, എന്താ പറയാ, ഇത്ര ഒരു സഫറിംഗിൽ അവർ ഉണ്ടെന്ന് അവർ അറിയുന്നില്ലല്ലോ എന്ന് അവരുടെ ഒരു ഭയങ്കര മോശമായിട്ടുള്ള ഒരു സിറ്റുവേഷനെ കണ്ടിട്ട് ചൈതന്യ മഹാപ്രഭു വന്നിട്ട് കരയാൻ തുടങ്ങി. ചൈതന്യ മഹാപ്രഭു വന്നിട്ട് ഇങ്ങനെ കരയാൻ തുടങ്ങിയപ്പോ ഈ സ്ത്രീകൾക്ക് ചൈതന്യ മഹാപ്രഭു ഭയങ്കര ദയ തോന്നി കരയാൻ തുടങ്ങി. ചൈതന്യ മഹാപ്രഭു ഇങ്ങനെ കരയാൻ തുടങ്ങിയപ്പോ ഇവർ വന്നിട്ട് ഭയങ്കര ഒരു അബോമിനബിൾ പറയും, ആൾക്കാർ ആരും ഇവരുടെ അടുത്ത് വരത്തില്ല, ഇവരുടെ നേച്ചർ അറിഞ്ഞ ആൾക്കാർ ആരും ഇവരുടെ അടുത്ത് വരത്തില്ല, ഭയങ്കര സൊസൈറ്റിയില് ഇവരെ വന്നിട്ട് ഒരു ഭയങ്കര ഒരു ബാഡ് നെയിം ആൻഡ് ഇംപ്രഷൻ ഉണ്ട് ഇവർക്ക്. അങ്ങനത്തെ ആൾക്കാരെ മഹാപ്രഭു വന്നിട്ട് എന്താ ചെയ്യാ, ഭയങ്കര ദയ കാണിച്ചു അവർക്ക്. ആരുമേ അങ്ങ് സൊസൈറ്റിയിൽ അവരങ്ങനെ ട്രീറ്റ്, ഇത്ര വളരെ ദയയോട് കൂടി ആരും അവരുടെ അടുത്ത് അങ്ങനെ പരിമാറിയില്ല. അപ്പൊ ചൈതന്യ മഹാപ്രഭു മറ്റേ ആൾക്കാർ വന്നിട്ട് ഈ സ്ത്രീകളുടെ അടുത്ത് വരുവാണെങ്കിൽ അവർക്ക് ഇവർ എൻജോയ് ചെയ്യണം അവരെ, അല്ലെങ്കിൽ അവരെ കൊണ്ട് എന്തെങ്കിലും കാര്യങ്ങൾ സാധിക്കണം, അങ്ങനെയെല്ലാം എന്തെങ്കിലും ഉള്ളിൽ എന്തെങ്കിലും ഒരു മോട്ടീവോടെ മാത്രമേ വന്നിട്ട് ഇവരുടെ അടുത്ത് അവർ ഡീൽ ചെയ്യായിരുന്നു. പക്ഷെ ചൈതന്യ മഹാപ്രഭു അവരുടെ അടുത്ത് യാതൊരു പ്രതീക്ഷയില്ല. പക്ഷെ അവരുടെ ആത്മാവിന് വേണ്ടി മഹാപ്രഭു കരഞ്ഞു, ഇങ്ങനെ അവരുടെ ലൈഫ് വേസ്റ്റ് ആക്കുന്നല്ലോ എന്ന് പറഞ്ഞ് ചൈതന്യ മഹാപ്രഭുവിന്റെ ആ കമ്പാഷൻ, ആ ദയ വന്നിട്ട് ഈ സ്ത്രീകളുടെ ഹൃദയത്തിന് മെൽറ്റാക്കി, സാക്ഷാത് ഭഗവാൻ മഹാപ്രഭു. അപ്പൊ അവരുടെ ഹൃദയത്തെ മെൽറ്റാക്കിയപ്പോ അവർക്ക് വന്നിട്ട് നമ്മൾ ഇത്രയും ഒരു നീചമായിട്ടുള്ള ഒരു ജീവിതമാണ് നമ്മൾ ജീവിച്ചത്, നമ്മൾ ഇത്രയും ഒരു പാപകരമായിട്ടുള്ള ഒരു ജീവിതമാണ് നമ്മൾ ചെയ്തത് എന്ന് പറഞ്ഞിട്ട് അവര് പിന്നെ എന്താണ് അവർക്ക് മനസ്സിലായി, ചൈതന്യ മഹാപ്രഭു ശരിക്കും അവരോട് ഒരു കെയറോട് കൂടിയാണ്, ഭയങ്കര ഒരു കെയർ എടുത്തിട്ടാണ് ഇങ്ങനെ കാണിച്ചത്. ചിലവർ ഭയങ്കര കെയർ എടുക്കുന്ന മാതിരി കാണിക്കും, ബട്ട് റിയൽ കെയർ ആൻഡ് ലവ് ആൻഡ് അഫെക്ഷൻ ഒന്നും ഉണ്ടാവില്ല. അപ്പൊ മഹാപ്രഭു
ഏനോ എല്ലാ ജീവികൾക്കും ആ ഒരു കെയർ ആൻഡ് അഫെക്ഷൻ ദയ കൊടുക്കുന്നതാണ്. സോ ആ സ്ത്രീകൾ മഹാപ്രഭുവിന്റെ ആ കണ്ണുനീര് കണ്ട് മഹാപ്രഭുവിന്റെ ആ ഡീലിങ്സ് കണ്ടപ്പോ ഇമ്മീഡിയറ്റ്ലി അവരെല്ലാരും ആ യങ് ഗേൾസ് എല്ലാരും ആ പെൺകുട്ടികൾ എല്ലാരും എന്ത് ചെയ്തു? ഇമ്മീഡിയറ്റ്ലി മഹാപ്രഭുവിന്റെ മുമ്പില് ദണ്ഡവത് പ്രണാമം ചെയ്തു. ദണ്ഡവത് പ്രണാമം ചെയ്തിട്ട് പറഞ്ഞു, പ്ലീസ് ഞങ്ങളെ ഈ ഒരു ഭയങ്കര ഘോരമായിട്ടുള്ള സിറ്റുവേഷനിൽ നിന്ന് ഞങ്ങളെ കാത്തുരക്ഷിക്കൂ, പ്ലീസ് സേവസ്, ഞങ്ങളെ കാത്തുരക്ഷിക്കൂ, ദയവായിട്ട് സേവസ് എന്ന് പറഞ്ഞ് കാലില് വീണ് നമസ്കരിച്ച് കരുണ വേണം പ്രഭു എന്ന് പറഞ്ഞ് ഇങ്ങനെ കരയുമ്പോ പിന്നെ അവര് വന്നിട്ട് കരഞ്ഞ് ഭഗവാന്റെ കാലില് നമസ്കരിച്ച് തൊഴുതപ്പോ അവർക്ക് വന്നിട്ട് മഹാപ്രഭു പറയുന്നത് വന്ന് അക്സെപ്റ്റ് ചെയ്യാൻ അവർക്ക് എതിർന്നു. അപ്പൊ മഹാപ്രഭു പറഞ്ഞു, നിങ്ങൾക്കെല്ലാം ഇത്രയും നല്ല ഒരു മനുഷ്യ ശരീരം കിട്ടിയിട്ടുണ്ട്, സ്ത്രീയുടെ ശരീരം. എന്ത് ചെയ്താലും നമ്മൾ ചെയ്യുന്ന ഓരോരോ കാര്യവും ഭഗവാൻ ശ്രീകൃഷ്ണനെ തൃപ്തി ചെയ്യുന്നു എന്നുള്ളത് നോക്കി മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യാൻ. ചുമ്മാ എന്ത് വേണമെങ്കിലും ചെയ്യുന്നതല്ല. അത് മാത്രമല്ല, പിന്നെ യു ഷുഡ് ലിവ് വിത്ത് ഹയസ്റ്റ് ക്യാരക്ടർ ആൻഡ് ഹയസ്റ്റ് ഇന്റഗ്രിറ്റി എന്ന് പറഞ്ഞു. നല്ല ക്യാരക്ടർ ഉള്ള പെണ്ണുങ്ങളായിട്ട് അങ്ങനെ ഇരിക്കണം. ഇതുപോലെ ഒരു ലോ ക്ലാസ് ജീവിതം പാടില്ല. മനസ്സും ശരീരവും എല്ലാം ഭയങ്കര പ്യുവറായിട്ട് വെക്കണം. പാപകരമായ കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. ഭഗവാന്റെ തിരുനാമം ജപിക്കണം. പിന്നെ എല്ലാവരുടെ അടുത്തും ദയയോട് കൂടി. ഇവരുടെ ജീവിതം കംപ്ലീറ്റ്ലി ഓപ്പോസിറ്റ് ആയിരുന്നു. ആര് വേണമെങ്കിലും കൊല്ലും, എന്ത് കാര്യം വേണമെങ്കിലും ചെയ്യാൻ തയ്യാറായിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ അവർക്ക് വന്നിട്ട് മഹാപ്രഭുവിന്റെ ഇങ്ങനെ ഒരു ഇൻസ്ട്രക്ഷൻസ് കിട്ടിയപ്പോ അവർ വന്ന് തീരുമാനിച്ചു, ഞങ്ങൾ ഇനി ഈ അമ്പലത്തില് ദേവദാസിമാരിൽ നിൽക്കുന്നവർ ഇനി ഞങ്ങള് നിൽക്കില്ല, ഇനി ഞങ്ങള് ഇവിടുന്ന് പോവാന്ന് പറഞ്ഞിട്ട് ആ അമ്പലം വിട്ടിട്ട് ആ അമ്പലത്തിൽ നിന്ന് വെളിയില് പോയി ഭൗതിക വാസനയൊന്നും ഇല്ലാതെ സന്യാസിനികളെ പോലെ, സന്യാസിനി ആയില്ല, ബട്ട് ഒരു അറ്റാച്ച്മെന്റ് ഇല്ലാതെ ഒരു പ്യുവർ ജീവിതം, ഇതുവരെ ഇരുന്നതിനെ പോലെ അല്ലാതെ ഒരു വളരെ പ്യുവർ ആയിട്ടുള്ള ഒരു ജീവിതം, ഭഗവാന്റെ നാമം ജപിച്ച് പിന്നെ മെറ്റീരിയൽ ഡിസയേഴ്സ് ഒന്നും ഇല്ലാതെ ഒരു പ്യുവർ ജീവിതം ചെയ്തിട്ട് പിന്നെ മഹാപ്രഭുവിന്റെ മേഴ്സി ഇറ്റ് ക്യാൻ ഡു സിംപ്ലി വണ്ടേഴ്സ്. പിന്നെ അവർ എന്ത് ചെയ്തു? ആ മാതാജീസ് എല്ലാം കൂടെ ചേർന്നിട്ട് സ്റ്റാർട്ടഡ് സങ്കീർത്തൻ പാർട്ടി. ജസ്റ്റ് ഇമാജിൻ, ഇതുപോലെ ഇരുന്ന സ്ത്രീകള് ജസ്റ്റ് ലോ ക്ലാസ് ലേഡീസ് ആയിരുന്നവര്, വെരി വെരി ലോ ക്ലാസ്, അവര് വന്നിട്ട് വേറൊരു സ്ഥലത്തിൽ പോയിട്ട് ഒരു സങ്കീർത്തൻ പാട്ടിട്ട് തൗസൻഡ്സ് ആൻഡ് തൗസൻഡ്സ് ഓഫ് ഡിവോട്ടീസ്, ആയിരക്കണക്കിലുള്ള ഭക്തന്മാരുണ്ടാക്കി എല്ലാവരെയും കൈ ഉയർത്തി ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ എന്ന് നാമം ജപിപ്പിച്ചു എല്ലാവരെയും വന്നിട്ട് ഹരേ കൃഷ്ണ വന്നിട്ട് ജപിച്ചു. സോ വരുന്ന ഗിൽറ്റി ഫീലിംഗ് വരുമ്പോഴേ വന്നിട്ട് നമ്മൾ വന്നിട്ട് കാര്യം വന്നിട്ട് സ്റ്റോപ്പ് ചെയ്യണം. അവിടെ ചെയ്യുന്നത് ആ പാപകാര്യം വന്നിട്ട് സ്റ്റോപ്പ് ചെയ്യണം. പക്ഷെ അത് കേൾക്കാതിരിക്കുമ്പോ എന്താവും? പിന്നെ അത് വന്നിട്ട് നമ്മുടെ ഒരു ഹാബിറ്റായി മാറിപ്പോകും. അത് പാപം എന്ന് അറിഞ്ഞാലും കൂടെ അത് ചെയ്യാൻ നമ്മൾ മടിക്കില്ല. അപ്പൊ കരാട്ടെ എല്ലാം പഠിക്കുന്നവര് സ്റ്റാർട്ടിങ്ങിലെ ഒരു വലിയ വുഡൻ ബ്ലോക്ക് മാതിരി ഒരു വലിയ ബാർ എടുത്ത് അതിനെ വന്ന് പൊട്ടിക്കാൻ പറയുമ്പോണ്ടല്ലോ വരും നേരെ വന്ന് ടപ്പ് എന്ന് വന്ന് അതിനെ പൊട്ടിച്ചിട്ട് അങ്ങനെ പോകും. അവർക്ക് വന്നിട്ട് ഒരു എന്താ പറയാ, ഒരു വേദനയോ ഒരു പേടിയോ അങ്ങനെയൊന്നുമില്ല. ബട്ട് അത് സ്റ്റാർട്ട് ചെയ്യുമ്പോ ഉണ്ടല്ലോ തൊട്ട് നോക്കും, ഈ വലിയ ഒരു പലകയെ നമുക്ക് പൊട്ടിക്കാൻ പറ്റുമോ അതിന്. പക്ഷെ പ്രാക്ടീസ് ചെയ്ത് പിന്നെയും ചെയ്യുമ്പോ ഉണ്ടല്ലോ അവർക്ക് ഒരു ഫീലിംഗ് ഇല്ല, ഒരു വേദനയില്ല, ഒരു പേടിയില്ല. അങ്ങനെയാണ്. അപ്പൊ ഈവൻ പാപകാര്യങ്ങൾ ചെയ്യുമ്പോഴും അങ്ങനെയാണ്. ഹൃദയത്തിൽ നിന്ന് പരമാത്മാവ് നമുക്ക് ഇൻസ്ട്രക്ഷൻ കൊടുത്ത് ചെയ്യുന്നത് തെറ്റാണെന്ന് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുമ്പോ ഒരു പ്രാവശ്യം, 2 പ്രാവശ്യം, 3 പ്രാവശ്യം, 4 പ്രാവശ്യം പിന്നെ മൈൻഡേ ഇല്ല. ചിലപ്പോ ആ ജന്മത്തില് മൈൻഡ് പരമാത്മാവിന്റെ വോയിസ് നമ്മൾ മൈൻഡ് ചെയ്യാതെ പാപങ്ങൾ ചെയ്യും. അതുപോലെ ചിലപ്പോ പാപങ്ങൾ കൂട്ടി വെച്ച് എത്രയോ ജന്മങ്ങളായിട്ട് ഭഗവാൻ പരമാത്മാവായിട്ട് നമുക്ക് കൂടെ ഇരുന്ന് ഉപദേശം തരുന്നുണ്ട്. നീ ഇങ്ങനെ വേണം, ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ വേണം, നല്ല വഴി ഇതാണെന്നെല്ലാം പറയുമ്പോൾ നമ്മള് അതിന് വില കൊടുക്കാതെ അതിനെ മൈൻഡ് ചെയ്യാതെ ചെയ്യുമ്പോഴാണ് നമ്മൾ കഷ്ടപ്പെടുന്നത്. ബട്ട് മറ്റേ പക്ഷി വന്നിട്ട് ഈ കഷ്ടപ്പെടുന്ന പക്ഷി അടുത്തുള്ള പക്ഷിയെ തിരിഞ്ഞു നോക്കിയപ്പോ അതിന്റെ കഷ്ടങ്ങളെല്ലാം തീർന്നത് പോലെ നമ്മള് വളരെ ക്വയറ്റ് ആയിട്ട് നമ്മുടെ മൈൻഡ് ആൻഡ് സെൻസസ് നമ്മുടെ ഇന്ദ്രിയങ്ങളുടെ സ്വാമിയായ ഋഷികേശനെ സേവിക്കുമ്പോ ഈ ഇന്ദ്രിയങ്ങളെ കൊണ്ട് സേവിക്കുമ്പോ
നമ്മളെ ഇന്ദ്രിയങ്ങളെല്ലാം പ്യൂരിഫൈ ആവും. ഭഗവാന്റെ നാമം ജപിക്കുമ്പോ, ഭഗവത് സേവനം ചെയ്യുമ്പോ അങ്ങനെ പ്യൂരിഫൈ ആവുമ്പോ അകത്തിന്ന് ഭഗവാൻ പറയുന്ന വോയിസ്, പരമാത്മാവായിട്ട് ഭഗവാൻ പറയുന്ന ആ ശബ്ദം വന്നിട്ട് നമുക്ക് കേൾക്കും. അല്ലെങ്കിൽ അങ്ങനെ ഇല്ലെങ്കിൽ ഭഗവാൻ പറയും, പക്ഷെ നമുക്കത് കേൾക്കില്ല. നമ്മൾ നമ്മുടെ കാര്യം ചെയ്തിട്ട് അങ്ങനെ പോയിക്കണം. സോ പരമാത്മാ വലിയ ബ്ലെസ്സിങ് ആണ്. എല്ലാരും കൂടെ വിട്ടിട്ട് പോവാം, പക്ഷെ ഹൃദയത്തിൽ ഇരിക്കുന്ന പരമാത്മാ വന്നിട്ട് ഒരിക്കലും ഇത് പാപിയാണ്, യാതൊരു യോഗ്യതയില്ലാത്ത ആളാണെന്ന് അങ്ങനെ വിചാരിക്കില്ല. അത്രയും മെർസിഫുൾ ഇൻകാർണേഷൻ ആണ് പരമാത്മാവായിട്ട് ഭഗവാൻ എല്ലാവരുടെ ഹൃദയത്തിലും. ഏത് യോനിയില്ല, എത്ര പാപം ചെയ്ത ഒരു ആത്മാവായാലും കൃഷ്ണ is sitting there as Paramatma and guiding and instructing. So ഈ സെക്ഷനില് 21ാമത്തെ ശ്ലോകം വരെ പരമാത്മാവിനെ കുറിച്ചാ പറഞ്ഞത്. അടുത്ത് 22 മുതൽ 27ാമത്തെ ശ്ലോകം വന്നിട്ട് ഭഗവാൻ റിയലൈസേഷനെ കുറിച്ചായിരിക്കും അടുത്തത്. സോ ഇന്നത്തെ സെഷൻ നമ്മള് പരമാത്മാവിനെ കുറിച്ചുള്ള അണ്ടർസ്റ്റാൻഡിങ്ങില് നമ്മൾ പ്രാർത്ഥിക്കാം. ഭയങ്കര എന്താ പറയാ, മഹാപ്രഭുവിന്റെ കാരുണ്യം, ശീല പ്രഭുപാദിന്റെ മർസി കൊണ്ട് നമുക്ക് ഇതെല്ലാം അറ്റ്ലീസ്റ്റ് കേൾക്കാനും വായിക്കാനും നമ്മൾ പ്രേ ചെയ്യാം. ഭഗവാനോട് പ്രാർത്ഥിച്ചിട്ട് ഭഗവാൻ പരമാത്മാവായിട്ട് നമുക്ക് ഹൃദയത്തിൽ നിന്ന് പറയുന്ന ആ വോയിസ് കേൾക്കാനും ഭഗവാനെ തിരിഞ്ഞു നോക്കിയാൽ ഈ കഷ്ടപ്പാട് ഇനി ഇല്ല. ഇത്രയും കഷ്ടപ്പാട് ഇനി ഇല്ല. പക്ഷെ ഭഗവാനെ തിരിഞ്ഞ് നോക്കുന്നില്ലല്ലോ, ഭഗവാൻ പറയുന്നത് കേൾക്കുന്നില്ലല്ലോ, പരമാത്മാവായിട്ട് പറയുന്നത് നമ്മൾ കേൾക്കുന്നില്ലല്ലോ. അപ്പൊ അങ്ങനെ ഭഗവാൻ പറയുന്നത് കേൾക്കണം, ഭഗവാനെ തിരിഞ്ഞു ഒന്ന് നോക്കണം. അതിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം, ഹരിനാമം ജപിക്കാം. ശീല പ്രഭുപാദ, one day we will also become purified. Thank you so much. Hare Krishna. എന്തെങ്കിലും comments, എന്തെങ്കിലും additions ഉണ്ടെങ്കിൽ ആഡ് ചെയ്യാം. എന്തെങ്കിലും comments ഉണ്ടെങ്കിൽ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. കേൾക്കാവോ? കേൾക്കാം. ഇതിനകത്ത് രണ്ട് വിഷ്ണുക്കളും, അതായത് ഗർഭോദകശായ വിഷ്ണുവും ക്ഷീരോദകശായ വിഷ്ണുവും പരമാത്മാവായിട്ട് പറയുന്നുണ്ട്. എവിടെ പ്രഭു? എവിടെ? ഈ ഭാവാർത്ഥം 18 ഭാവാർത്ഥം മഹാവിഷ്ണുവിന്റെ വിസ്തരണങ്ങളിൽ ഒന്ന് ജീവരാശികളിൽ പരമാത്മാവായി കുടികൊള്ളുന്ന ക്ഷീരോദക വിഷ്ണുവാണ്. പ്രപഞ്ചത്തിന്റെ ജീവജാല സർവസ്വത്തിന്റെ പരമാത്മാ എന്ന രൂപത്തിൽ ദ്വിതീയ പുരുഷനായി ഗർഭോദകശായ വിഷ്ണു നിലകൊള്ളുന്നു. അപ്പൊ അത് രണ്ടുപേരും പരമാത്മാവായിട്ടുണ്ടോ? സെക്കൻഡ് പാരഗ്രാഫിലാ? സെക്കൻഡ് പാരഗ്രാഫ് 18ാം ശ്ലോകം. 18 രണ്ടാമത്തെ പാരഗ്രാഫ്. മഹാവിഷ്ണുവിന്റെ, ഇനി നമ്മുടെ മലയാളത്തിലുള്ള തെറ്റാണോ എന്താണെന്നറിയാമല്ലോ, വേറെ എങ്ങാണ്ട് ഇതുപോലെ വായിച്ച മാതിരി എനിക്ക് തോന്നുന്നു. ഒന്നിനകത്ത് പറയുന്നത് ജീവരാശികളിൽ പരമാത്മാവായി കുടികൊള്ളുന്ന ക്ഷീരോദകശായി വിഷ്ണു. ക്ഷീരോദകശായി വിഷ്ണു എല്ലാവരുടെ ഹൃദയത്തിലും പരമാത്മാവായി. പിന്നെ പറയുന്നു, അടുത്ത സെന്റൻസ് പറയുന്ന പ്രപഞ്ചത്തിന്റെ ജീവജാല സർവസ്വത്തിന്റെ പരമാത്മാവെന്ന രൂപത്തിൽ ദ്വിതീയ പുരുഷനായി ഗർഭോദകശായി വിഷ്ണു നിലകൊള്ളുന്നു. അപ്പൊ അത് രണ്ടും കൂടെ വന്നപ്പോ ഒരു സംശയം, അതെങ്ങനെയാന്ന്. ഇംഗ്ലീഷിനകത്ത് എങ്ങനെയാ? ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ മാതാജി. പറഞ്ഞോട്ടെ പ്രഭു, പ്ലീസ്. മാതാജി, ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഗർഭോദകശായ വിഷ്ണുവിന്റെ കാര്യം പ്രഭു ഇപ്പൊ ചോദിച്ചു. അതെ. ഗർഭോദകശായ വിഷ്ണുവിൽ നിന്നാണ് ബ്രഹ്മദേവൻ ജനിച്ചത്. പ്രഭുവിന് മനസ്സിലാവുന്നുണ്ടോ? ഗർഭോദകശായ വിഷ്ണുവിൽ നിന്നാണ് ബ്രഹ്മദേവൻ ജനിച്ചത്. അതെ അതെ, മനസ്സിലായി. അതാണ് രണ്ടും പറയുന്നത്. പക്ഷെ അത് അങ്ങനല്ലല്ലോ പറയുന്നത്. ഈ സെന്റൻസ് ഞാൻ വായിക്കില്ല, കേൾക്കാവോ? പറയൂ. ഹരേ കൃഷ്ണ, കേൾക്കാവോ? ഇതാ ഞാൻ വായിക്കാം. ഒരു സെന്റൻസ്. മഹാവിഷ്ണുവിന്റെ
വിസ്തരണങ്ങളിൽ ഒന്ന് ജീവരാശികളിൽ പരമാത്മാവായി കുടികൊള്ളുന്ന ക്ഷീരോദകശായിയാണ്. അടുത്ത സെന്റൻസ്, പ്രപഞ്ചത്തിന്റെ ജീവജാല സർവസ്വത്തിന്റെ പരമാത്മാവ് എന്ന രൂപത്തിൽ ദ്വിതീയ പുരുഷനായി ഗർഭോദകശായി വിഷ്ണു നിലകൊള്ളുന്നു. ഹരേ കൃഷ്ണ. பிரபு இதுல பகவான் கிருஷ்ணன் வந்துட்டு பரம புருஷோத்தம பகவானாണ്. ഭഗവാൻ കൃഷ്ണൻ വന്നിട്ട് 3 തരത്തിലുള്ള വിഷ്ണു ഫോംസിൽ എക്സ്പാൻഡ് ആവുന്നുണ്ട്. അതിൽ മഹാവിഷ്ണു വന്നിട്ട് എണ്ണിലടങ്ങാത്ത യൂണിവേഴ്സസ് വന്നിട്ട് സൃഷ്ടിക്കുകയാണ്. പിന്നെ ഗർഭോദകശായി വിഷ്ണു ഓരോരോ ഈ യൂണിവേഴ്സിന്റെ അകത്തും ഗർഭോദകശായി വിഷ്ണു വന്നിട്ട് എൻറ്റർ ആവും. ഗർഭോദകശായി വിഷ്ണു. ക്ഷീരോദകശായി വിഷ്ണു വന്നിട്ട് അതിൻ്റെ അകത്തുള്ള എല്ലാ ജീവൻകളുടെ ഹൃദയത്തിലും പോയി പരമാത്മാവായിരിക്കും. അതെ, അങ്ങനെയാണ് പഠിച്ചിട്ടുള്ളത്. അതെ. ഇപ്പൊ ഇവിടെ ഒരു പരമാത്മാവ് എന്ന രൂപത്തിൽ ദ്വിതീയ പുരുഷനായി ഗർഭോദകശായി വിഷ്ണു നിലകൊള്ളുന്നു. ആ സെന്റൻസിൽ ഒരു പ്രശ്നമുണ്ട്. ഒന്നിലത് എങ്ങനെയാന്ന് എനിക്കറിയത്തില്ല. നമ്മുടെ മലയാളം പുസ്തകത്തിൽ എഴുതിയതിന്റെ വിശപ്പാണോ കുഴപ്പമാണോ അതോ ഇംഗ്ലീഷിന്റെ തർജ്ജമയെ പറ്റിയതാണോ എന്തോന്ന് അറിയത്തില്ല. അതോ ഇത് ശരിയാണെന്ന് അറിയത്തില്ല. ഞാൻ ഇവിടെ അല്ലെങ്കിലും വായിച്ചിട്ടുണ്ട്. എനിക്ക് മാതായി പറഞ്ഞ പരമാത്മ രൂപം എന്ന് പറയുന്നതാണ് സംശയം. ഇത് നല്ല മലയാളം ലാംഗ്വേജ് നല്ലോണം മനസ്സിലാക്കിയാലേ ഇത് പറയാൻ പറ്റുള്ളൂ. ഞാനിത് പ്രഭുവോട് ചോദിച്ചിട്ട് പറയാം. ശരി മാതാജി. ശരി. ഹരേ കൃഷ്ണ. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഹരേ കൃഷ്ണ. സോ താങ്ക് യു വെരി മച്ച്. എല്ലാവരും ഇതിൽ വന്ന് ജോയിൻ ചെയ്തത് താങ്ക് യു സോ മച്ച്. മഹാപ്രഭുവിനെ കുറിച്ച് സംസാരിക്കാൻ ചാൻസ് കിട്ടി. എല്ലാവർക്കും പ്രണാമം. സോ വേറെ എന്തെങ്കിലും കമന്റ്സ് ഉണ്ടെങ്കിൽ പറയാം, അല്ലെങ്കിൽ നമുക്ക് ഇതോടെ കൂടെ വൈൻഡപ്പ് ചെയ്യാം. അപ്പൊ എല്ലാ വൈഷ്ണവാസിനും എന്റെ വിനീതമായ പ്രണാമം. വാഞ്ചാ കൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. അനന്ത കോടി വൈഷ്ണവ വൃന്ദ की जय, गौरांग भक्त वृंद की जय, जगत गुरु श्री पाद की जय, निताय गौर प्रेम हरि 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 बोल. थैंक यू माता जी. हरे कृष्णा. प्रणाम.